പ്ലസ് ടു കൊമേഴ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരു കിടിലൻ ഗുഡ് ഈവനിങ് ആദ്യം തന്നെ പിടിച്ചോ. അപ്പോൾ 7:30 എന്നൊക്കെ കറക്റ്റ് പഠിക്കാൻ അത്യാവശ്യം അത്യാവശ്യം നന്നായി ആഗ്രഹിച്ച് ഈ സമയത്ത് വന്നിട്ടുള്ള എല്ലാ മക്കൾക്കും ഇന്ന് ലൈവ് എടുക്കാൻ അല്ലെങ്കിൽ കാണാൻ വന്നിട്ടുള്ള എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. സന്തോഷം സന്തോഷം സന്തോഷം. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ നമ്മുടെ മുന്നിൽ, അധികം ഒന്നുമില്ല. നിങ്ങൾക്ക് ഫെബ്രുവരി 15 ശേഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാംസ് എല്ലാം തുടങ്ങും. ഇനി വേസ്റ്റ് ചെയ്ത് കളയാൻ ഒട്ടും സമയമില്ല. പഠിത്തം ഏത് വരെയായി? നമ്മുടെ പ്ലസ് ടുവിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പഠിത്തമൊക്കെ ഏത് വരെയായി പോകുന്നു? എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠിത്തമൊക്കെ? നന്നായി പോകുന്നു? നന്നായി നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഓക്കെ, ബാക്കി എല്ലാവരും എന്തേ വന്നവർ ബോൺ ഗെയിമിംഗ് ഒക്കെ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട്. വന്നവർ ഒന്ന് നിങ്ങളുടെ പ്രസൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, എന്നാലേ എനിക്ക് ഓക്കെ നിങ്ങൾ എത്ര പേര് എന്നെ കാണുന്നുണ്ട്, ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വളരെ 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 നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് പ്ലസ് ടു കുട്ടികളായിട്ടുള്ള നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണതെന്ന് എനിക്കറിയാം. ഒത്തിരി ചാപ്റ്റേഴ്സ് ഇതാ ഇങ്ങനെ പഠിച്ച് തീർക്കാൻ മുന്നിൽ ഉണ്ട്. പക്ഷേ പഠിച്ച് തീർക്കാതെ ഇനിയും തുടങ്ങാതെ ഏതോ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ആ ചിന്തിച്ചിരിക്കുന്ന ഫ്രണ്ട് നിങ്ങൾ തന്നെയാകാം. എന്താണെങ്കിലും ചിന്തകൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി പ്രവർത്തിക്കേണ്ട സമയമാണ്. പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കയ്യിലില്ല, ഒന്നും പഠിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല എന്നാണെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, നമ്മൾ റിവിഷൻ ബാച്ച് തുടങ്ങിയത് അറിയാലോ അല്ലേ? ഫസ്റ്റ് ഇയറിൽ 45 മാർക്ക്, പക്ഷെ അത് പോരാ നമുക്ക് സെക്കൻഡ് ഇയറിൽ കേട്ടോ. 45 പോരാ, അതിൽ കൂടുതൽ വാങ്ങണം. എന്നാലേ രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക്, ടോട്ടൽ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് കിട്ടുമല്ലോ പ്ലസ് ടുവിൻ്റെ. അതെന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണേയും പ്ലസ് ടുവിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കിട്ടുക. എന്നാലേ അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് കൂടുകയുള്ളൂ. പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ. ഓക്കെ, ഞാൻ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു, ലോങ് ഹെയർ ഒക്കെ മാറ്റി ഒന്ന് ചേഞ്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് ചേഞ്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് അല്ലേ. ഒരു 2026 ഒരു പുതിയ വർഷം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു കിടപ്പ് വശം. മുടി ഒന്ന് പോയി വെട്ടുക, മുടി വെട്ടി. ചേഞ്ച് ആയോ എന്നറിയില്ല, പക്ഷെ എനിക്ക് നല്ല ചേഞ്ചായി, മനസ്സിനൊക്കെ ഒരു സമാധാനമായി. എടാ ഷോർട്ട് ആക്കണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടു, അങ്ങനെ അങ്ങ് കട്ട് ചെയ്തു. ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, പക്ഷെ സാരമില്ല, ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ചേഞ്ച് വേണ്ടേ. ഓക്കെ, 65-80 മതിയോ പ്ലസ് 1? 65 ഓക്കെ, എന്നാലും വലിയ കുഴപ്പമില്ല. 73 നല്ല മാർക്കാണ്, 73 നല്ല മാർക്കാണ്. 65 മോശമില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ എപ്പോഴും 60ൻ്റെ അടുത്തെങ്കിലും പിടിക്കണേടാ. എന്നാലേ നിങ്ങൾക്ക് പ്ലസ് 1 പ്ലസ് 2 മാർക്കും കൂടെ ചേർത്തിട്ട് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ? എന്നാലേ നിങ്ങൾക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് പ്ലസ് 2ൻ്റെ മാർക്ക് ഗ്രേഡ് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കാണിക്കുമ്പോൾ ആ മാർക്ക് വെച്ചിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ പെട്ടുപോകും. ഓക്കെ, അതായത് A+ വാങ്ങുന്നതിലല്ല കാര്യം. ഞാൻ ഇപ്പോഴേ പറയാം, പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾ A+ വാങ്ങി എന്നത് ഇപ്പോൾ 72 മാർക്ക് കിട്ടിയാൽ A+ ആണ്. A+ വാങ്ങുന്നതല്ല കാര്യം, A+ എത്ര മാർക്കിന് വാങ്ങിച്ചു എന്നതാണ് കാര്യം. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ അതാ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് 1500 രൂപയ്ക്കാണ് നമ്മൾ ബാച്ച് പോകുന്നത്. അപ്പം താല്പര്യമുള്ളവർ കേട്ടോ, താല്പര്യമുള്ളവർ മാത്രം, എല്ലാത്തവർ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് ജീവിതം കൊണ്ട് കളയാൻ താല്പര്യമുള്ളവർ മൈൻഡ് ചെയ്യേണ്ട, എല്ലാത്തവർ നല്ലത് വെക്കാം. അതാണ് നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് നീ അത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അതായത് പണ്ട് ഓൾഡ് ഫോട്ടോ വെച്ച് നോക്കുന്ന സമയത്ത് പഴയതായിരുന്നു നല്ലത്. ബൈ ദ വേ, ഇറ്റ്സ് യുവർ ചോയ്സ്. അത് വളരെ നല്ല ഒരു കമൻ്റാണ് കേട്ടോ, ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം നിനക്ക് സജഷൻ പറയാം, നീ സജഷൻ പറഞ്ഞു, പക്ഷെ നീ എൻ്റെ ചോയ്സിനെ നീ റെസ്പെക്ട് ചെയ്തു. അത് ഒരു ക്ലിയർ ബൗണ്ടറിയാണ്. അത് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അത് അവരുടെ ജീവിതം, ഓരോ വ്യക്തികൾക്ക് അവരുടേതായ ഇഷ്ടം അല്ലെ, എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ആരും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് പറയാം. ഓക്കെ, വെരി ഗുഡടാ, നല്ല കാര്യമാണ് നീ അത് ചെയ്തത്. ഗുഡ് ഈവനിങ് ബോൺ ഗെയിമിംഗ്, എവിടെയായിരുന്നു? ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഗൗതം ഒക്കെ വന്നിട്ടുണ്ട്.
പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പോവുക അല്ലേ, നിങ്ങൾ ഈ വർഷം പോവില്ലേ? അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ മിസ് ചെയ്യും, നിങ്ങൾ എന്നെയൊക്കെ മിസ് ചെയ്യോ? ഇനി ലൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ബോങ് ഗെയിമിംഗ് എന്നുള്ള പേര് ഞാൻ വായിക്കുമോ? ഇല്ല അല്ലേ. ഗൗതമിനെ കാണില്ല, പിന്നെ ലിയേനെയൊന്നും കാണില്ല അല്ലേ. നിങ്ങളെ ആരും, ഞാൻ അങ്ങനെ കമൻസ് വായിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്, അവരാരും ഇനി ഇല്ല അല്ലേ. നിങ്ങൾ ഈ വർഷം കൂടി ഇല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും പഠിച്ച് നന്നായിട്ട് മാറി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് ലൈവിൻ്റെ ഇടയിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതിയടാ. സന്തോഷം. നിങ്ങൾക്ക് ഫെയർവെൽ സമയമായില്ലേ. എക്സാം ഒന്നും ഇത്ര പെട്ടെന്ന് ആവണ്ടില്ലായിരുന്നു. നമുക്ക് ഡിഗ്രി തുടങ്ങാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡിഗ്രിക്ക് പോകുമ്പോഴേ ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഡിഗ്രിയിൽ കാണാനുണ്ട്. അപ്പോൾ പലർക്കും ബേസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലർക്കും ബേസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇത് എന്താണ് സാധനം? കാരണം അവിടെ ബേസ് അല്ല പഠിപ്പിക്കുക, ഡിഗ്രിക്ക് ബേസ് അല്ല പഠിപ്പിക്കുക. ഡിഗ്രിക്ക് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ അതിൻ്റെ അഡ്വാൻസ് ലെവലാണ് ഡിഗ്രിയിൽ എടുക്കുക. അപ്പോൾ ബേസ് ഇല്ലാത്തവർ എന്ത് ചെയ്യും? വീണ്ടും ഈ ക്ലാസ് കാണാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോൾ ഡയറക്റ്റിംഗ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ കൺട്രോളിങ്ങിൽ കുറേ കൺട്രോളിങ് ടെക്നിക്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതുപോലെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ കുറേ സാധനങ്ങൾ ഒക്കെ നമ്മൾ ക്യാപിറ്റൽ ലിവറേജ് റേഷ്യോ അല്ലെ ക്യാപിറ്റൽ ലിവറേജ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഗ്രിയിലാണ്. അപ്പോൾ ഇവിടേക്ക് വരും. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ പലരും വന്ന് ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുള്ളത്. ഓക്കെ, മിസ് ചെയ്യും മക്കളെ, നിങ്ങളൊക്കെ മിസ് ചെയ്യും. വെറുതെ സങ്കടം അടിക്കുന്നില്ല, ഞാൻ സെൻറ്റി ആവുന്നില്ല. ഇനിയുണ്ടല്ലോ സമയം, കുറച്ചുകൂടെ ഉണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനി കരയാം. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഇത് വൺ ഷോട്ടാണ്. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. കാണുന്ന കുട്ടി, ഇത് വൺ ഷോട്ടാണ്. വൺ ഷോട്ട് എന്ന് പറയുന്ന സമയത്ത് റിവിഷനാണ്. ഓക്കെ, ഇപ്പോൾ പല കുട്ടികളും ബാച്ചിലുള്ള കുട്ടികളുണ്ടാകും, അല്ലാത്ത കുട്ടികളുണ്ട് അല്ലേ. ഇപ്പോൾ ബാച്ചിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബാച്ചിൽ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് 3-4 ഭാഗങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്ന പോലെ വൺ ഷോട്ടിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാം മുക്കും മൂലയും ഇടാതെ നമുക്ക് ഒരിക്കലും വൺ ഷോട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് യൂട്യൂബാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര സമയത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ഒരു 90% അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും വെച്ചിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിൽ ക്ലാസ് എടുക്കുക. അത് ഇവിടെ എന്നല്ല, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ പോയി നോക്കിയാലും, ഏത് ഓൺലൈൻ ക്ലാസ് നോക്കുന്നവരാണെങ്കിലും ശരി, അവിടെ എല്ലാം എടുക്കുന്ന വൺ ഷോട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അവരെല്ലാ ടോപ്പിക്കും അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരും യൂട്യൂബിലാണ് എടുക്കുന്നത്, നമ്മളും യൂട്യൂബിലായിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും 2 റൂൾസ് ഇല്ലല്ലോ. എല്ലാവർക്കും യൂട്യൂബ് മുതലാളി പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ നോട്ടുകൾ വെച്ച് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വൺ ഷോട്ട് നോട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കരുത്. അതായത് ഇതിലെല്ലാം ഉണ്ട്, പക്ഷെ ആ കോണ്ടന്റിനെ നിങ്ങൾ വളർത്തണം. അതിനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽ നോട്ട്സ് കിട്ടുന്ന ബാച്ചസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അതൊരു ഫാക്റ്റാണ്. എനിക്ക് വേണമെങ്കിൽ കള്ളത്തരം പറഞ്ഞ് നിങ്ങളെ വേണമെങ്കിൽ ഇവിടെ ഇരുത്താം, പക്ഷെ അങ്ങനെയല്ലല്ലോ, പറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഈ ചാപ്റ്ററിന് വെയിറ്റേജ് കുറവാണ് കേട്ടോ. അതിന് 4 മാർക്കിൻ്റെ അടുത്ത് വെയിറ്റേജ് വരുന്നുള്ളൂ. 4 മാർക്ക് വരെയൊക്കെ വെയിറ്റേജ് വരുന്നുള്ളൂ. മെയിനായിട്ട് ഇത് നമ്മുടെ 1 വേർഡിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് അധികവും വന്നിട്ടുള്ളത്. ഒരു ലോങ് എസ്സേ ഒന്നും ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഒരു വലിയ എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ, അപ്പോൾ ബോങ് ഗെയിമിംഗ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. നമ്മൾ കുറച്ചൊക്കെ കുശലം പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാം അല്ലേ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതാണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഇത്രയും കാലം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു +2 അല്ലെങ്കിൽ +1 തന്നെ കൂട്ടാം, +1 പഠിക്കാൻ തുടങ്ങിയത് മുതൽ, അതായത് +1 പഠിക്കാൻ തുടങ്ങിയ മുതൽ, ലോങ് മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞു, 4 മാർക്കിന് അത്യാവശ്യം എഴുതാനുണ്ടാവില്ലേ? ഞാൻ ഉദ്ദേശിച്ച 4 മാർക്കിന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്ര അങ്ങ് എഴുതാനില്ല. ഈ 4 മാർക്കിന് 2 മാർക്ക്, 1 മാർക്ക്, 1-2 ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ 4 മാർക്ക് തന്നെ ഒരു ലോങ് എസ്സേ പോലെ എഴുതാനുണ്ടാവില്ലേ? 4 മാർക്ക് ഒറ്റ ക്വസ്റ്റ്യന് തരുന്നത് അങ്ങനെ കണ്ടിട്ടില്ല എന്നാട്ടോ പറഞ്ഞേ. അതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ +1 +2 നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ബിസിനസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടൊരു ഒരു കാര്യം, ഒരു എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ ബിസിനസ് എന്ന് എങ്ങനെ പറയണം, അതൊക്കെയാണ് നിങ്ങൾ +1 പഠിക്കുന്നത്. നമ്മൾ +2 വരുന്ന സമയത്ത് ബിസിനസ് എങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ല, അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ്
നിങ്ങൾ +2 പഠിക്കുന്നത്. പക്ഷേ ഈ ബിസിനസ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആരെ പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്? നമ്മൾ കൺസ്യൂമേഴ്സിനെ പ്രതീക്ഷിച്ചിട്ടാണ് അല്ലേ? കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ബിസിനസ്സുകാരും ഓരോ പ്രോഡക്ട്സ് ഇറക്കുന്നത്, അല്ലെങ്കിൽ പ്രോഡക്ട്സിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന എല്ലാം കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരത് വാങ്ങിക്കണം, അവരെൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കണം. അത് എന്ത് ചെയ്യണം? എന്നാൽ അത് വാങ്ങിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പം നമ്മളാണ് അവർക്ക് ശരിക്കും നമ്മൾ വാങ്ങിച്ചാലേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? അവർക്ക് അരി കഴിക്കാനുള്ള സാധനം വക കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ കൺസ്യൂമേഴ്സ് ഇസ് ദ കിങ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ CID മൂസയിൽ പറഞ്ഞ പോലെ കള്ളന്മാരില്ലെങ്കിൽ പോലീസുകാരില്ല സൗദേവ എന്ന് പറയുന്നത് മാതിരി കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ ആരില്ല? ബിസിനസ്സുകാരില്ല. സോ അപ്പോൾ ഈ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമായി വരുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ്സുകാരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് വഴിയാണ്. അപ്പോൾ അവർ കൺസ്യൂമേഴ്സിന് പ്രൊഡക്ട്സ് ഇറക്കുന്നത് ഒരിക്കലും കൺസ്യൂമേഴ്സിന് സേവിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം ലാഭം മാത്രം ലക്ഷ്യം വെച്ച് പാവം കൺസ്യൂമേഴ്സിനെ പറ്റിച്ചുകൊണ്ട് പല 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 ബിസിനസ്സുകാരും എന്ത് ചെയ്തിട്ടുണ്ട്? ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചതിയിൽ നിന്ന്, ആ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും രക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യനെ കുറിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ ഇന്ത്യക്കാരാണ്, അപ്പോൾ ഇന്ത്യയിലെ കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് പ്രോഫിറ്റ് മേക്കിംഗ് എക്സാമിന്? തീർച്ചയായിട്ടും എടാ, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, 3 തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട്. 3 തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ല, എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ബിസിനസ്, പക്കാ ബിസിനസ്. 2 എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനാണ്. 3 എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ? ഇത് 3 ആണ് മനുഷ്യർ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ ബിസിനസ് എന്ന് പറയുന്ന സാധനങ്ങളും സേവനങ്ങളും വിൽക്കുക, അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്തിട്ട് ആളുകൾക്ക് വിൽക്കുക, പൈസേൻ്റെ ടേംസിൽ വിൽക്കുക. ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ ഏർപ്പെടുന്ന ആക്ടിവിറ്റിയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും ട്രെയിനിങ്ങും കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ എൻട്രി ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റിയാണ്, ജോബാണ് എന്തെന്ന് പറയുന്നത് പ്രൊഫഷൻ എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ഹയർ ചെയ്തിട്ട് അയാൾക്ക് നമ്മൾ സർവീസ് കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ജോലി ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രൊഫഷൻ എന്ന് പറയുന്നത് ശരിക്കും പ്രോഫിറ്റ് മാത്രം മുന്നോട്ട് നോക്കി പോകുന്നവരല്ല, സർവീസ് ആണ് അവർ മെയിനായിട്ട് നോക്കുക. ഓക്കെ, പ്രൊഫഷൻ എന്ന് പറയുന്നത് സർവീസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എക്സാമിനർ എന്ന് പറയുന്നത് സർവീസ് സെക്ടറിൽ വരുന്ന സാധനമാണ്. അപ്പോൾ സർവീസ് സെക്ടറിൽ വരുന്നവർക്ക് പ്രോഫിറ്റ് പ്ലസ് സർവീസ് ആണ്. ഓക്കെ, അല്ലാതെ ബിസിനസ്സിന് പോലെ അവിടെ സർവീസ് ഇല്ല. ബിസിനസ്സിൽ കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ എയിമുള്ളൂ. പക്ഷേ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പോൾ എക്സാമിനർ ആണെങ്കിൽ ശരി, ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ശരി, അവരൊക്കെ സർവീസ് സെക്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവർ പ്രോഫിറ്റ് മാത്രമല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഫഷൻ പോലെയാണ്. അതായത് നമ്മളിപ്പോൾ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്താ ചെയ്യുന്നത്? നമുക്ക് സർവീസ് കൂടിയാണ് തരുന്നത്. പക്ഷെ അവർ ഫ്രീ ആയിട്ടാണോ സർവീസ് തരുന്നത്? അല്ല. പക്ഷെ അവർ നമുക്ക് നല്ലതാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ അവിടെ ഇരുന്ന് വെക്കുന്നുണ്ട് ഒരു കാശ്, അല്ലെങ്കിൽ ഒരു മണി എന്ന് പറഞ്ഞൊരു ടേംസ് വെക്കുന്നുണ്ട്. അത് തെറ്റായ കാര്യമാണോ? ഒരിക്കലും അത് തെറ്റായ ഒരു കാര്യമല്ല. എങ്ങനെയാണോ അത് തെറ്റായ കാര്യമാവുന്നത്? ഓക്കെ, അപ്പോൾ അതും കൂടെ പഠിക്കണം. നിങ്ങൾ കൊമേഴ്സ് പഠിക്കണവരാണ്, ഈ ലെവലിലൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, സെറ്റ്, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺസ്യൂമർ പ്രൊട്ടക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് ആരാണ് ഈ കൺസ്യൂമർ എന്നറിയണം. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ആരെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയേണ്ടത്? കൺസ്യൂമർ എന്ന് പറയുന്നുണ്ട്. ഒരു സാധനം സേവനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളെയാണോ കൺസ്യൂമർ എന്ന് പറയുക? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കൺസ്യൂമറിനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ ഡെഫിനിഷൻ ഓഫ് എ കൺസ്യൂമർ ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. ആ ആക്ട് പ്രകാരം കൺസ്യൂമർ എന്ന് പറയുമ്പോൾ അല്ലെ, a person who buys any good
goods or avail any services for a consideration which has been paid or partially promised or promised to pay under any scheme of deferred payment system. അല്ലേ, നമ്മൾ നിലവിലുള്ള ഏതെങ്കിലും പേയ്മെൻറ്റ് സിസ്റ്റം വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനമോ സേവനങ്ങളോ വാങ്ങിക്കുന്നു അല്ലെ. അതായത് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ GPay ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ വഴി UPI പേയ്മെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ചെക്ക് വഴി, ഏത് തരത്തിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റം ആയിക്കോട്ടെ. ആ പേയ്മെൻറ്റ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി ഒരു സാധനമോ സേവനമോ വാങ്ങിക്കുക. അപ്പോൾ ആ വാങ്ങിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞ് GPay ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പകുതി GPay ചെയ്യാം, ബാക്കി പകുതി പിന്നെ ചെയ്യാം എന്നങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് മെക്കാനിസം പറഞ്ഞുകൊണ്ട് ഒരു സാധനമോ സേവനങ്ങളോ വാങ്ങിക്കുന്ന ആളെ, ഒരു പേഴ്സണിനെ നമ്മൾ എന്ത് പറയും, കൺസ്യൂമർ എന്ന് പറയും. മനസ്സിലായോ? ആരാണ് കൺസ്യൂമർ എന്നുള്ളത് മനസ്സിലായോ? കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ who buys goods or services for a consideration which has been paid or partially promised to pay under any scheme of deferred payment. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കൺസ്യൂമർ എന്ന് പറയാം. മുടി വെട്ടിയടാ, ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ മുടി വെട്ടി. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ പേഴ്സൺ who is using the goods or beneficiary of service with the approval of the buyer. അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബയ്യറുടെ അനുവാദത്തോടു കൂടി അല്ലേ, അത് ബൈ ചെയ്ത, ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ആ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ച് ഞാനത് ഇട്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എനിക്കത് ചേരുന്നില്ല. ആ ഷെയ്ഡ് ഇട്ടപ്പോൾ എനിക്ക് വാഷ് ഔട്ടായി പോയ പോലെ തോന്നി. എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ആ ഷെയ്ഡ് എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നു. ഞാനാണ് വാങ്ങിച്ചത്, പക്ഷേ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു നീ എടുത്തു, നീ ഉപയോഗിച്ചോ, നിനക്ക് ചേരുന്നതാണെങ്കിൽ നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവളും ആ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കൺസ്യൂമറാണ്. ആ ലിപ്സ്റ്റിക്കുകളുടെ യൂസ് ചെയ്യുന്ന അവളാണ്. അപ്പോൾ അവൾ എന്താണ്, കൺസ്യൂമറായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഇത് എന്തുകൊണ്ട് അവളെ കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലിപ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, ഭയങ്കര ഡ്രൈ ആയിപ്പോയി, അങ്ങനെ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾക്ക് ലീഗലി മൂവ് ചെയ്യാം. കാരണം ലീഗലി മൂവ് ചെയ്യുന്ന സമയത്ത് അവളല്ല ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടാവുക എന്നാൽ പോലും വാങ്ങിച്ചത് ഞാനാണ്. പക്ഷെ എൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് അവൾ എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവളെ കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവൾക്ക് കേസ് കൊടുക്കാം. ക്ലിയർ ആണോ? സോ അതാണ് ഇവിടെ പറഞ്ഞ പോയിന്റ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ പേഴ്സൺ ഹു ഈസ് യൂസിങ് ദ ഗുഡ്സ് ഓർ ബെനിഫിഷ്യറി ഓഫ് സർവീസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ബയർ. അല്ലേ, ബയർ സംബന്ധിച്ചുകൊണ്ട് ആ ഗുഡ്സ് യൂസ് ചെയ്യുന്ന മറ്റൊരു പേഴ്സണെ നമ്മൾ എന്തെന്ന് പറയും, കൺസ്യൂമർ എന്ന് പറയും. ഓക്കെ, ഇറ്റ് അപ്ലൈസ് ടു ദ ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻ. അല്ലേ, ഇപ്പോൾ കൺസ്യൂമർ ആവണമെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി നേരിട്ട് തന്നെ വാങ്ങണമെന്നില്ല. ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴി ആവുന്ന ആൾക്കാരൊക്കെ എന്താണ്, കൺസ്യൂമേഴ്സ് ആണ്. ഏത് മീഡിയം വഴി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൺസ്യൂമേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അല്ലേ, രണ്ട് രീതിയിൽ നമുക്ക് പറയാം, രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. ആദ്യത്തേതെന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫ്രം കൺസ്യൂമേഴ്സ് POV. കൺസ്യൂമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് ചോദിച്ചാൽ, കൺസ്യൂമർ ഇഗ്നോറൻസ്, അൺഓർഗനൈസ്ഡ് കൺസ്യൂമർ, വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ഈ 3 കാരണം കൊണ്ടാണ് മെയിനായിട്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കൺസ്യൂമറുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ. അല്ലേ, കൺസ്യൂമർ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ടു ദ ഇഗ്നോറന്റ് കൺസ്യൂമേഴ്സ് റിഗാർഡിംഗ് ദ റൈറ്റ്സ് ആൻഡ് റെമഡിയൽ അവൈലബിൾ ടു ദം. അല്ലേ, അതായത് ഇപ്പം നമുക്കൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞ്, ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമേഴ്സിനെ ഇഗ്നോർ ചെയ്ത് കളയാൻ പലരും ചാൻസ് ഉണ്ട്. അല്ലേ, ഇപ്പം ഞാനൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് എനിക്ക് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നല്ല രീതിയിൽ എന്താവണമെന്നില്ല, ആ പ്രശ്നത്തെ പരിഹരിക്കണം എന്നില്ല, അവർ ചിലപ്പോൾ മൈൻഡ് ചെയ്യണമെന്നില്ല കടക്കാരല്ലേ. അപ്പോൾ കൺസ്യൂമർ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പ്രശ്നം വന്നാൽ അവരെ കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ, അവർക്ക് നഷ്ടം സംഭവിക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൺസ്യൂമർ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ അവരെ കേൾക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇറ്റ് സ്പ്രെഡ് അവയർനെസ് ടു ദ കൺസ്യൂമർ ക്യാൻ നോ അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് വേരിയസ് റിഡ്രസൽ ഏജൻസ്. സോ കൺസ്യൂമേഴ്സിന് ഈ ഒരു പ്രൊട്ടക്ഷൻ വഴി അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും റിഡ്രസൽ ഏജൻസീസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ് ആണ്. അല്ലേ, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ, അല്ലേ, ഇന്ത്യ എന്നാൽ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ കൺസ്യൂമേഴ്സ് എന്തല്ല, ഓർഗനൈസ്ഡ് അല്ല.
അല്ലേ? ഇപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ വലിയ രീതിയിൽ ഇടപെടാനോ എതിർക്കാനോ ഒന്നും പോയില്ല. കാരണം അത് അവരുടെ വീട്ടിലല്ലേ സംഭവിച്ചത്, അവരല്ലേ സംഭവിച്ചത്. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര രീതിയിൽ അവർക്ക് ഒപ്പം ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കില്ല. ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനൊന്നും ഞാൻ നിൽക്കില്ല, അല്ലേ? അത് നമ്മുടെ ഇന്ത്യൻ്റെ വലിയൊരു മോശമാണ്, ഒരു നെഗറ്റീവ് സൈഡാണത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതേ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്കും അത് വെച്ച് പണിയിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് പവേഴ്സ് ആൻഡ് റൈറ്റ് ടു ദീസ് ഓർഗനൈസേഷൻ ആസ് ദീസ് ഓർഗനൈസേഷൻ ക്യാൻ ഫയൽ കേസ് ബിഹാഫ് ഓൺ കൺസ്യൂമേഴ്സ്, അല്ലേ? അപ്പോൾ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് സെൽഫായിട്ട് കുറേ NGOs ഒക്കെ വന്നിട്ടുണ്ട്, അല്ലേ? കുറച്ച് എന്താ പറയുക, ഇപ്പോൾ കൺസ്യൂമേഴ്സിന് വേണ്ടി കുറച്ച് അസോസിയേഷൻസ് ഒക്കെ രൂപീകരിച്ചിട്ട് അവർക്ക് ഗവൺമെൻറ് എന്ത് കൊടുത്തിട്ടുണ്ട്? ഓക്കെ, നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഓക്കെ ഇങ്ങനെയുള്ള കൺസ്യൂമേഴ്സിന് വേണ്ടി നിലകൊള്ളുന്ന അസോസിയേഷന് ഇപ്പോൾ ഇൻ കേസ് ഒരാൾക്ക് അതിന് ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആ കൺസ്യൂമർക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് നടത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവായിട്ട് ഒരു കൺസ്യൂമേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഗുഡ്സ് ആണ്, മോശം ഗുഡ്സ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളണ്ടറിലി കേസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൈറ്റ്സ് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ? പിന്നെയാണ് വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, അല്ലെ? കൺസ്യൂമേഴ്സിന് വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഓൾദോ നവഡേയ്സ് കൺസ്യൂമർ ഇസ് ദ കിങ് പിൻ ഓഫ് ദ മാർക്കറ്റ്, ബട്ട് ദെൻ ഓൾസോ ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ കൺസ്യൂമേഴ്സ്, അല്ലേ? കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്തു? കൺസ്യൂമേഴ്സ് ആണ് കിങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കൺസ്യൂമേഴ്സിനെ കുറെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് സേഫ് ഗാർഡ് ടു ദ കൺസ്യൂമേഴ്സ് ഫ്രം സച്ച് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് എന്താ? അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൺസ്യൂമേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്ത് ഇതുപോലുള്ള എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നു. ഇതാണ് കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി ബിസിനസ്സുകാരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും പോയിന്റ്സ് ആണ് പറയാൻ വേണ്ടി പറ്റുക. അതായത് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ് യൂസസ് സൊസൈറ്റീസ് റിസോഴ്സസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, മോറൽ ജസ്റ്റിഫിക്കേഷൻ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ, കൺസ്യൂമർ ഇസ് ദ പർപ്പസ് ഓഫ് ബിസിനസ്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ബിസിനസ്സുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കൺസ്യൂമേഴ്സിനെ സംരക്ഷിച്ചേ പറ്റൂ, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് തടഞ്ഞേ പറ്റൂ, അല്ലേ? അതല്ലെങ്കിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കെങ്കിലും ചെയ്യണം. In the race of competition of businessmen can win and capture a big share in the market only when they are able to satisfy its customer by designing the products keeping in mind the requirements of customers. So it is in the interest of business itself to keep its customers satisfied. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയതുകൊണ്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരന് ലോങ് റണ്ണിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? പ്രോഡക്ട്സ് കൊടുത്താലേ അവരെ സാറ്റിസ്ഫൈ ചെയ്താലേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ലോങ് റണ്ണിലേക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അവരും പ്രൊഡക്ഷനും ഗുഡ്സും സർവീസസ് ഒക്കെ കൊടുക്കണം. പിന്നെ മോറൽ ജസ്റ്റിഫിക്കേഷൻ, അല്ലേ? ഇൻ ടുഡേസ് എൻവയോൺമെന്റ് ബിസിനസ് വിത്തൗട്ട് എത്തിക്കൽ വാല്യൂ ഇസ് നോട്ട് മോർ ദാൻ എ ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് നോ സിവിൽ സൊസൈറ്റി ക്യാൻ ടോളറേറ്റ് ആൻഡ് അലോ ദം എക്സിസ്റ്റൻസ് ഓഫ് അൺഎത്തിക്കൽ ബിസിനസ്. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാർ നല്ല പ്രൊഡക്ട്സ് കൊടുക്കാതെ നമ്മൾ സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പിനെയും ബാധിക്കും, അല്ലേ? ഒരു എന്താ പറയുക, നമ്മൾ എത്തിക്സിന് നിരക്കാത്ത കാര്യം കൂടിയാണ്. പിന്നെ ബിസിനസ് യൂസസ് സൊസൈറ്റീസ് റിസോഴ്സ്, അല്ലേ? ഈ ബിസിനസ്സുകാരെ യൂസ് ചെയ്യുന്നത് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ നമ്മളുടെ എല്ലാവരുടെയും റിസോഴ്സ് എടുത്തിട്ട് തന്നെയാണ് അവർ ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിസിനസ്മാൻ ഏൺ പ്രോഫിറ്റ് ബൈ സപ്ലൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. സോ ഇറ്റ് മസ്റ്റ് ഡു സംതിങ് ഫോർ സൊസൈറ്റി. സൊസൈറ്റീൻ്റെ സാധനങ്ങൾ എടുത്തിട്ടാണ് അവർ ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അവർ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ തിരിച്ച സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. ബിസിനസ്മെൻ ആർ മിയർലി ട്രസ്റ്റീസ് ഓഫ് റിസോഴ്സ്, അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും ബിസിനസ്സുകാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിസോഴ്സസിൻ്റെ വെറും ട്രസ്റ്റീസ് മാത്രമാണ്. ദേ മസ്റ്റ് യൂസ് ദീസ് റിസോഴ്സസ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. സോ അവരെന്ത് ചെയ്യണം? ആ കൺസ്യൂമേഴ്സിനും കൂടെ നല്ലത് കിട്ടുന്ന രീതിയിലാവണം ആ റിസോഴ്സസിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ബിസിനസ്സിൻ്റെ. ആ ബിസിനസ്മാൻ ഹാസ് സോഷ്യൽ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് കസ്റ്റമേഴ്സ്, അല്ലേ? നിങ്ങൾ കഴിഞ്ഞ +1 സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനോടുള്ള ഇൻട്രസ്റ്റുകൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ സമൂഹത്തിനോട് ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ടാക്സ് കൊടുക്കുക, എക്കോ ഫ്രണ്ട്ലി സാധനങ്ങൾ എടുക്കുക, പ്രൊഡക്ട്സ് എടുക്കുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്.
So it is the responsibility of businessmen to provide quality goods at reasonable price. Consumer protection guides businessmen to provide social responsibilities. അപ്പോൾ കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലേ. അതായത് ഗവൺമെന്റ് കൈ കടത്തണ്ട. ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് കയറി ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് പോയാൽ മതി അല്ലെ. ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഡൾട്രേഷൻ കാണിക്കാത്ത അല്ലെങ്കിൽ ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വെക്കാത്ത പൊല്യൂഷനെ എന്താ പറയുക എൻകറേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടും. അപ്പോൾ അത് വേണ്ട. ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും. ഫ്രീഡം കുറയും, ബിസിനസ്സുകാരുടെ ഫ്രീഡം റെഡ്യൂസ് ആവും. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് പോവുക. ഇഫ് ബിസിനസ്മെൻ വാണ്ട് ടു അവോയ്ഡ് ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ്, then they should not involve in unfair trade practices. Businessmen should voluntarily involve in the activities which protect the interest of consumers. ഇനി കൺസ്യൂമർ ഇസ് ദ പേർപ്പസ് ഓഫ് ബിസിനസ് അല്ലേ. ഇപ്പം നമുക്കറിയാം ഓരോ പ്രോഡക്ട്സും ഓരോ ബിസിനസ്സും നിലനിൽക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്, അവരുടെ കൺസ്യൂമേഴ്സിന് അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം അല്ലേ. ഇന്ന് എൻ്റെ പ്രൊഡക്റ്റ് ഒരു 5000 പേരാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ഒരു 50,000 പേര് വാങ്ങിക്കണം അല്ലേ. കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കൂടണം. അപ്പോൾ എണ്ണം കൂടണമെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണം. അപ്പോൾ അവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് എൻ്റെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ പർപ്പസാണ് കൺസ്യൂമർ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. ദ ബേസിക് പർപ്പസ് ഓഫ് ബിസിനസ് ഇസ് ടു ക്രിയേറ്റ് മോർ ആൻഡ് മോർ കസ്റ്റമേഴ്സ് അല്ലേ. വീണ്ടും കസ്റ്റമേഴ്സിനെ കൂട്ടുക എന്നുള്ളതല്ലേ നമ്മളെല്ലാവരും ഏതൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും എനിക്ക് കസ്റ്റമേഴ്സിനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയല്ലേ ചെയ്യുക. കൂടുതൽ ഓർഡേഴ്സ് വരണം, കസ്റ്റമേഴ്സ് വരണം എന്നല്ലേ വിചാരിക്കുക അല്ലേ. സോ ദ ബിസിനസ്മെൻ ക്യാൻ ക്രിയേറ്റ് മോർ കസ്റ്റമേഴ്സ് ഓൺലി ബൈ സാറ്റിസ്ഫൈങ് ദ കസ്റ്റമർ ആൻഡ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെ. കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്ത് പോയാൽ മാത്രമേ അവർ കൂടുകയുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞു പോകും. സെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ 2 പോയിന്റ് ഓഫ് വ്യൂന്ന് നമ്മൾ നോക്കി അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് 2 പോയിന്റ് ഓഫ് വ്യൂന്ന് നമ്മൾ നോക്കി. ക്ലിയർ അല്ലേ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ, അത് നിലവിൽ വന്നത് തന്നെ നമ്മൾ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. എന്തൊക്കെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് നിയമപരമായിട്ടുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 6 റൈറ്റ്സ് ആണ് വരുന്നത്. നിങ്ങളത് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളൊക്കെ ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം. സോ നമുക്ക് ഓരോ റൈറ്റ് നോക്കാം. റൈറ്റ് ടു സേഫ്റ്റി അല്ലെ, സേഫ്റ്റിക്കുള്ള റൈറ്റ് നമുക്കുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രകാരം. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ്, ദ കൺസ്യൂമർ ഹാവ് എ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് പ്രോപ്പർട്ടി. നമ്മുടെ ജീവനോ സ്വത്തിനോ ഒക്കെ ദോഷകരമാകുന്ന രീതിയിൽ നിന്നുള്ള ഗുഡ്സിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് സേഫ്റ്റി അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടിരിക്കാനുള്ള റൈറ്റ് ഉണ്ട് നിയമപ്രകാരം. ദിസ് റൈറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് for safe and secure life. The right to safety protect the consumer from the sale of such hazard goods or services അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുഡ്സ് വിൽക്കാൻ പാടില്ല. ഇതിൽ നിന്നും കൺസ്യൂമേഴ്സിനെ ഒഴിവാക്കണം, അവരുടെ സേഫ് ഗാർഡ് ചെയ്യണം എന്നുള്ളത് ഒരു നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ. ആ റൈറ്റ് ടു ചൂസ്, വെരി ഗുഡ്, അതൊക്കെ ഉണ്ട്. റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളെ ഇൻഫോർമേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് കൺസ്യൂമേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങളുണ്ട്. നിങ്ങളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തെക്കുറിച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, അത് അവർ പറഞ്ഞു തരണം. ഒന്നും ഒളിച്ചു വെക്കാൻ ഒരു ബിസിനസ്സുകാർക്കും പറ്റില്ല. So according to the right, the consumer has the right to get information about the quality, quantity, purity, standard and price of goods or services so as to protect himself against the abusive and unfair practices. അല്ലെ. ഇപ്പോൾ ചില പ്രൊഡക്ട്സ് ഒന്നും ചിലവർക്ക് പറ്റില്ല, അലർജിക് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞു നിന്നിട്ട് നമുക്ക് പറ്റാത്ത പ്രൊഡക്ട്സ് ആണെന്ന് മാറി നിൽക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്, നമുക്കുണ്ട്. ക്ലിയർ അല്ല. ദ ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ഓൾസോ റിക്വയർ ദ മാനുഫാക്ചറേഴ്സ് ടു പ്രൊവൈഡ് സച്ച് ഇൻഫോർമേഷൻ ഓൺ ദ
പാക്കേജ് ആൻഡ് ലേബൽ ഓഫ് ദ പ്രൊഡക്ട്സ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓരോ പ്രൊഡക്ട്സ് വാങ്ങാൻ വരുമ്പോഴും ഇപ്പം ഞാൻ ലെക്സിൻ്റെ സോപ്പ് ഉപയോഗിക്കാമെന്നായിരിക്കും, ചിലപ്പോൾ കമ്പനി വേറെ എവിടെയായിരിക്കും. അപ്പോൾ അത് വിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലീഗൽ അല്ലേ, നമ്മുടെ നിയമവ്യവസ്ഥ പ്രകാരം ആ വിൽക്കുന്ന പ്രോഡക്ട്സിൽ അതിനെക്കുറിച്ച് ഒരു കൺസ്യൂമർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആഡ് ചെയ്യണമെന്ന് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലേബലിനകത്ത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എന്ത് വരുന്നത്, A to Z കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. അത് ഈ ഒരു റൈറ്റ് പ്രകാരമാണ്, റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്നുള്ള റൈറ്റ് അല്ല, അത് പ്രകാരമാണ്. പിന്നെ റൈറ്റ് ടു ബി അഷ്യൂർഡ് അല്ലെങ്കിൽ റൈറ്റ് ടു ചൂസ് ആണ് അല്ലേ. ഒരു കടയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അയാൾ പറയുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ അയാൾ ഇതേ തരൂ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് വീട്ടിൽ പോരുന്നു വേണ്ട, നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദ റൈറ്റ് ടു ചൂസ് മീൻസ് അഷ്യൂറൻസ് ഓഫ് അവൈലബിലിറ്റി, എബിലിറ്റി ആൻഡ് ആക്സസ് ടു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അറ്റ് ഫെയർ പ്രൈസ് അല്ലേ. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള പ്രൈസിൽ പല പ്രൊഡക്ട്സ് കിട്ടാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ദ പ്രൊഡ്യൂസർ ഓർ സപ്ലയർ ഓർ റീറ്റെയിലർ ഷുഡ് നോട്ട് ഫോഴ്സ് ദ കസ്റ്റമർ ടു ബൈ എ പർട്ടിക്കുലർ ബ്രാൻഡ് ഓൺലി. ഓക്കെ, ചില പ്രൊഡക്ട്സ് ചില ബ്രാൻഡ് മാത്രം വാങ്ങിക്കുന്നു പറഞ്ഞാൽ അവർക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല. കൺസ്യൂമർ ഷുഡ് ബി ഫ്രീ ടു ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്രോഡക്ട്സ് ഫ്രം ഹിസ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നമ്മളൊരു സാധനം ചൂസ് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, പിന്നെയാണ് റൈറ്റ് ടു ബി ഹേർഡ് ഓർ റൈറ്റ് ടു ബി റെപ്രസെൻറ്റേഷൻ അല്ലേ. നിങ്ങളെ കേൾക്കാനുള്ള അവകാശമുണ്ട്. ഐ മീൻ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആരാണോ പ്രശ്നത്തിന് കാരണക്കാരൻ അവർ ശരിക്കും കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ് അല്ലേ. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു റെപ്രസെന്റ് ഹിംസെൽഫ് ഓർ ടു ബി ഹേർഡ് ഓർ റൈറ്റ് ടു അഡ്വക്കേറ്റ് ഹിസ് ഇൻട്രസ്റ്റ്. In case a consumer has been exploited, he has the right to be heard and be assured that his or her interest would receive consideration. ഇപ്പം നിങ്ങളൊരു രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അത് ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കൺസ്യൂമർ സെല്ല് അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിനായിട്ട് കോൺടാക്ട് ചെയ്യാം, നിങ്ങളുടെ പ്രശ്നം പറയാം. നിങ്ങളുടെ പ്രശ്നത്തെ തീർച്ചയായിട്ടും അവർ മുഖവരയ്ക്ക് എടുത്തേ പറ്റൂ. ക്ലിയർ അല്ലേ? അണ്ടർ ദിസ് റൈറ്റ് ദ കമ്പനീസ് മസ്റ്റ് ഹാവ് കംപ്ലയിൻറ്റ് സെൽ അല്ലെങ്കിൽ ടു അറ്റൻഡ് ദ കംപ്ലയിൻറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലേ. കൺസ്യൂമേഴ്സിന് ഒന്നെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള അവസ്ഥ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഒക്കെ വേണം. ക്ലിയർ. പിന്നെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ ആണ്. റിഡ്രസൽ കിട്ടാനുള്ള അവകാശം ഉണ്ട്. ഇതെവിടെ പോയി? Redressal ആണ്. According to the right to consumer has the right to get compensation or seek redressal against unfair trade practices or any other exploitation. ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിഡ്രസൽ കിട്ടാം, ഒന്നെങ്കിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള റിഡ്രസൽ കിട്ടാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. ദ റൈറ്റ് ടു റിഡ്രസൽ ഇൻക്ലൂഡ് കോമ്പൻസേഷൻ ഇൻ ദ ഫോം ഓഫ് മണി ഓർ റീപ്ലേസ്മെന്റ് അല്ലേ. പല രീതിയിലുള്ള റിഡ്രസൽ ആവാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൈസ തന്നുള്ള കോമ്പൻസേഷൻ ആവാം, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ പറയാം ഗുഡ്സ് ഓൺ റിപ്പയർ ഡിഫക്റ്റ് ഇൻ ദ ഗുഡ്സ് ആസ് പെർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മളുടെ പ്രൊഡക്ട്സ് മാറ്റി തരിക, അങ്ങനെ പല രീതിയിലുണ്ടാവും. ഓക്കെ, അതിനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. വേരിയസ് റിഡ്രസൽ ഫോറംസ് ആർ സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് അറ്റ് നാഷണൽ ലെവൽസ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിഡ്രസലിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പല തലങ്ങളിൽ ഇങ്ങനെ റിഡ്രസൽ ഏജൻസീസിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേൾക്കാനായിട്ട്. പിന്നെയാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതായത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നിങ്ങൾ ആരോടെങ്കിലും കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് നിങ്ങൾ കൺസ്യൂമർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ പോയിട്ട് പറയുകയാണ് എനിക്ക് ഇന്നതാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം പറ്റി, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാതിരിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം നമ്മൾ വിവരാവകാശ നിയമം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് അവകാശമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നാണെങ്കിൽ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. സോ അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ഇറ്റ് ഇസ് ദ റൈറ്റ് ഓഫ് കൺസ്യൂമർ ടു അക്വയർ ദ നോളജ് ആൻഡ് സ്കിൽ ടു ബി ഇൻഫോം ടു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. This right assure that the literate and illiterate both consumer can seek information about the existing act and agencies are set for their protection അല്ലേ. അതായത് ഇപ്പം നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾക്ക് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് ആക്ടിനെ കുറിച്ച് ഇപ്പം എന്തൊക്കെ നിയമവ്യവസ്ഥകളാണ് കൺസ്യൂമേഴ്സിന് വേണ്ടി നിലവിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് അത് കാരണം അതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ക്ലിയർ.
അപ്പോൾ ഇത്രയാണെന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും അവകാശങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഇത്രയും പരിരക്ഷ നമ്മുടെ നിയമവ്യവസ്ഥ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇത്രയും ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പലതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. ഇവർ പറഞ്ഞു നമുക്ക് റൈറ്റ് ടു ഹേർഡ്, അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ടു റെപ്രസെൻറ്റ്, റൈറ്റ് ടു ചൂസ് എന്ന് പറഞ്ഞ പല അവകാശങ്ങളുണ്ട്. പിന്നെ നമ്മൾ പൊട്ടന്മാരാവാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോയിറ്റേഷനിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കൂടെ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം അല്ലേ. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പം മൗലിക അവകാശങ്ങൾ നമ്മൾ പറയും, ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് നമ്മുടെ രാജ്യം ഒരുപാട് അവകാശങ്ങൾ തരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. എപ്പോഴും നമ്മൾ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്ര അവകാശമുണ്ട്, എനിക്ക് അത്ര അവകാശം ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ചെയ്യേണ്ട കുറച്ച് കടമകളും ഉണ്ട് നമ്മുടെ രാജ്യത്തോട് അല്ലേ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിനുള്ള റൈറ്റ്സ് പോലെ തന്നെ എന്തുണ്ട്, കൺസ്യൂമേഴ്സിന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കാതെ നമ്മളെ ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കൺസ്യൂമേഴ്സിൻ്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കൺസ്യൂമർ മസ്റ്റ് എക്സസൈസ് റൈറ്റ്സ് അല്ലേ. നമ്മളെ അവകാശങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരു പ്രശ്നം പറ്റി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു 5 രൂപയുടെ ഒരു പെന്ന് വാങ്ങിച്ച് അവർ പറ്റിച്ചു എന്ന് വിചാരിക്കുക, അയാൾ 5 രൂപയുടെ പെന്നല്ലേ, ആ കുഴപ്പമില്ല, സാരമില്ല, ആ നഷ്ടം ഞാൻ അങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിനെ കേൾക്കാൻ, അതിന് പരിഹാരം മേടിച്ച് തരാൻ ഇവിടെ ശക്തമായ നിയമവ്യവസ്ഥയുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോഗിക്കണം. അതൊരു കുഞ്ഞു കേസാണെങ്കിൽ പോലും അത് ചെയ്യണം. അത് ചെയ്യാതെ നിങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ ആ നിങ്ങളെ പറ്റിച്ചവർക്ക് നിങ്ങൾ ഫ്യൂവൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അല്ലേ. അവരെ കൂടുതൽ ഓക്കെ, അവർക്ക് ഇനി ഓക്കെ, ഇതിപ്പോൾ പ്രശ്നമായില്ല, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ചിലപ്പോൾ അവർ വലിയ രീതിയിൽ പറ്റിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ റൈറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. കൺസ്യൂമർ റൈറ്റ്സ് വിൽ ബി യൂസ്ഫുൾ ഓൺലി വെൻ കൺസ്യൂമർ എക്സസൈസ് ദീസ് റൈറ്റ്സ് അല്ലേ. ദ കൺസ്യൂമർ മസ്റ്റ് സെലക്ട് എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ഹിസ് പ്രിഫറൻസ്. ഹി മസ്റ്റ് ഫയൽ കംപ്ലൈന്റ് if he is not satisfied with the quality of the product. He must be aware of his rights and exercise them whenever required. ഇപ്പം നിങ്ങളൊരു സാധനം വാങ്ങിച്ച് നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കണം, മിണ്ടാണ്ടിരിക്കരുത് അവിടെ. കോഷ്യസ് കൺസ്യൂമർ അല്ലേ. അതെ, കൺസ്യൂമർ ഷുഡ് നോട്ട് ബ്ലൈൻഡ്ലി ബിലീവ് ഓൺ ദ വേർഡ്സ് ഓഫ് സെല്ലർ അല്ലേ. നമ്മളിങ്ങനെ പൊട്ടന്മാരായിട്ടിരിക്കരുത്. എന്ത് പറയുമ്പോഴേക്കും മൂക്കിടിച്ച് അതിൽ വീഴാൻ നിൽക്കരുത്. അവർ സാധനം പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി അവർ പലതും പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മുൻകരുതൽ എടുക്കണം. ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഓക്കെ നൈസ്, ഇവർ ചിലപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി പറയുകയാണ്, അതുകൊണ്ട് മുഴുവൻ എന്ത് ചെയ്യാൻ പാടില്ല, വിഴുങ്ങാൻ പാടില്ല. ഓക്കെ, നമ്മൾ നോക്കണം. ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് നമ്മുടേതായ രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളിപ്പോഴും ഉണർന്നിരിക്കണം അല്ലേ. ഹി മസ്റ്റ് ഇൻസിസ്റ്റ് ഓൺ ഗെറ്റിംഗ് ഫുൾ ഇൻഫോർമേഷൻ ഓൺ ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, യൂട്ടിലിറ്റി, പ്രൈസ് എക്സെട്ര ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ. ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അല്ലാതെ അവർ എനിക്കൊരു ടി വി വേണം എന്ന് പറഞ്ഞ് അവർ കാണിച്ചിരുന്ന ടി വിയും കൊണ്ട് വീട്ടിൽ പോയിട്ട് ലാസ്റ്റ് ടി വി അടിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ശരിയായിട്ട് ചോദിക്കണമായിരുന്നു. ഓക്കെ, ക്ലിയർ. അപ്പോൾ എപ്പോഴും നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കണം. പിന്നെ ഫയലിംഗ് കംപ്ലൈൻറ്റ് ഫോർ ദ റിഡ്രസൽ ഓഫ് ജെന്യുവിൻ ഗ്രീവൻസ് അല്ലേ. അപ്പോൾ ശരിയായ കേസുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ ടൈം കൺസ്യൂമർ ഇഗ്നോർസ് ദ ലോസ് he suffer on the purchase of defective goods or services, but this attitude of not filing complaint encourages the corrupt businessmen to supply low standard of defective goods and services. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഈ അടുത്ത് സംഭവിച്ചൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായതല്ല, ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, കൊള്ളാലോ എന്ന് തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് അദ്രിത് സാറിനെ അറിയോ? ഇവിടെ നമ്മുടെ എക്സാം വിന്നറിൽ സോഷ്യൽ എടുക്കുന്ന സാറാണ് അദ്രിത് സാറ്. അപ്പോൾ അദ്രിത് സാറ് ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയായിരുന്നു. ഏതായിരുന്നു സിനിമ? ചത്താപച്ചയ്ക്കായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ കാറിലാണ് പോയത്, 2 കാറിലായിട്ടാണ് എല്ലാവരും കൂടെ പോയത്. നമ്മളിവിടുന്ന് ഒരുവിധം എല്ലാ ഫാക്കൽറ്റിയും കൂടിയാണ് ചത്താപച്ച കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പോയി വന്നു കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇവരുടെ കാറ് നല്ല തിരക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവരുടെ കാറ് നിർത്തി. അപ്പോൾ അദ്രിത് സാറിൻ്റെ കാറ് നിർത്തിയെടുത്ത് കൂടെ ഇങ്ങനെ വണ്ടി പോകുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ ഹിന്ദിയുടെ ഷമീം സാറുണ്ട്. ഷമീം സാർ പറഞ്ഞു, അദ്രിത് സാറെ ആ ബൈക്ക് പോയത് സാറിൻ്റെ വണ്ടീൻ്റെ സൈഡിൽ ഒരഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം എന്ന് പറയുമ്പോഴേക്കും ഇവർ വേഗം ഓടിപ്പോയി നോക്കുമ്പോൾ ആ വണ്ടീൻ്റെ അവിടെ ഒരഞ്ഞിട്ടുണ്ട്. കാറാണല്ലോ, നമുക്കറിയാം, ഒരഞ്ഞു കഴിഞ്ഞാൽ അത് പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തോ ഭാഗത്തിന് വലിയ രീതിയിലായില്ല, കുഞ്ഞു രീതിയിലേ പെയിൻറ്റ് പോയിട്ടുള്ളൂ. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ആളെ പിടിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ അയാളും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നെ സാറ് അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യണ്ടേ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു കുറേ നേരം അവിടെ എന്ത് ചെയ്തു, സംസാരിച്ച് അങ്ങ്
വല്ലാതെ അങ്ങൊരു സീൻ ഭയങ്കര ഒരു മോശം എന്ന് പറയുകയാണെങ്കിൽ അവർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല, വേണ്ട രീതിയിൽ സാർ ചോദിക്കുന്നതിന് അവരെ ആൻസർ പറയുന്നില്ല. അപ്പോൾ അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓണേഴ്സിൻ്റെ റിസ്കിൽ പാർക്ക് ചെയ്യൂ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാറുമാർ ഇരുന്നിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ ടീച്ചേഴ്സ് ഞങ്ങൾ ബാക്കിയുള്ളവരിങ്ങനെ ഇരുന്നിട്ട് എന്താ ചെയ്യലേ എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ പെട്ടെന്ന് ദിൽഷാംസ് കാണിച്ചത് നോക്ക് അവിടെ ഓണേഴ്സിൻ്റെ റിസ്കിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇവർ പറയുന്നത് പ്രശ്നമാവില്ലേ, കാരണം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യേണ്ടല്ലേ, ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇല്ല എന്നല്ലേ പറയാന്ന്. അപ്പം ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമാവാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു മാനേജറിനെ കാണണം എന്ന് പറഞ്ഞു. മാനേജറെ രാത്രി വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന് മാനേജർ പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിങ്ങളുടെ റിസ്കിലാണ് നിങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. പക്ഷെ സാറുമാർ വിട്ടില്ല. അപ്പോൾ സോഷ്യൽ സയൻസ് എടുക്കുന്ന സാറായതുകൊണ്ടും അത്യാവശ്യം ഇങ്ങനത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടും അങ്ങോട്ട് സാറ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ പാർക്ക് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ അടയ്ക്കുന്ന ബില്ല്, അതായത് ഞാൻ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ബില്ലിൻ്റെ അകത്ത് പാർക്കിങ്ങിനുള്ള ഫീ കൂടെ ചേർത്താണ് ഞാൻ ബില്ലടയ്ക്കുന്നത്. സോ ഞാൻ പേ ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്ഥലത്ത് വെക്കുന്നത്. അത് റോഡ് സൈഡിലാണ് വെച്ചത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല, റോഡ് സൈഡാണ്. പക്ഷേ ഇവിടെ ഞാൻ പേ ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് കേൾക്കാൻ അതിനുള്ള പരിഹാരം തരാൻ നിങ്ങൾ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞങ്ങളും ആ പോയിന്റ് ചിന്തിക്കണത്. പിന്നെ അവരുടെ രീതി, അവർ നമ്മളോട് ഇടപെട്ട രീതി നല്ലതല്ലാത്തതുകൊണ്ട് സാർ എന്ത് ചെയ്തു, കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തു. സാർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ ഇച്ചിരി ചെറിയ പെയിൻറ്റേ പോയിട്ടുള്ളൂ, കൂടിപ്പോയതാ ഇത്രയേ ആ പെയിൻറ്റ് പോയിട്ടുള്ളൂ, കാറിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഒരു കുഞ്ഞ് സാധനം എത്രയേ പോയിട്ടുള്ളൂ. അത് സാറ് തന്നെ പറഞ്ഞു, ഞാൻ സർവീസിന് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവരോട് ചെയ്തുതരാൻ പറഞ്ഞാൽ അവർ ചെയ്തുതരും, പൈസ പോയില്ല. പക്ഷെ എന്ത് ചെയ്തു സാറ്, നമുക്ക് എന്താ സാറിൻ്റെ റൈറ്റാണ്, ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിലുള്ള റൈറ്റാണ് സാർ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചത്. അപ്പോൾ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും കംപ്ലൈൻറ്റ് ചെയ്യണം. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. നാളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങളും സംസാരിക്കണം, എന്നാലേ ഇനി അവരങ്ങനെ ചെയ്യാണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദ കൺസ്യൂമർ മസ്റ്റ് ഫയൽ എ കംപ്ലൈൻറ്റ് ഈവൻ ഫോർ എ സ്മോൾ ലോസ്. ഒരു ചെറിയ നഷ്ടമാണെങ്കിൽ കൂടെ എന്ത് ചെയ്യണം, കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇത് നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണത്. സെറ്റ്. വെനെവർ കൺസ്യൂമർ ഇസ് ഫയലിംഗ് എ കംപ്ലൈൻറ്റ് ഈ മസ്റ്റ് ബി ജെന്യൂൻ. പിന്നെ സത്യസന്ധമായ കേസും ആയിരിക്കണം കേട്ടോ. ക്ലിയർ? ഇനി അടുത്തത് കൺസ്യൂമർ മസ്റ്റ് ബി ക്വാളിറ്റി കോൺഷ്യസ് അല്ലേ. എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ തീരെ ലോക്കൽ പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിക്കാൻ, അല്ല എനിക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല അങ്ങനെ ആവരുത്. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് കിട്ടിയാലും വാങ്ങിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ അവർ ഇറക്കും, ബിസിനസ്സുകാർ ഇറക്കും. അവർക്ക് ലാഭം നോക്കിയാൽ മതി. വാങ്ങിച്ച് കഴിക്കുന്ന നിങ്ങൾ ചത്തോ ജീവനോടുണ്ടോയെന്ന് അവരൊക്കെ അറിയേണ്ട ആവശ്യമില്ല. Okay, while purchasing at goods or services, consumers must look for quality marks such as ISI mark, ACK mark, ISO mark, wool mark, etc. and do not compromise with the quality of product. നിങ്ങൾ കൊടുക്കുന്ന 5 രൂപയാണ്, 5 രൂപേൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, സംസാരിക്കണം. അതിൽ 5 രൂപയ്ക്ക് ക്വാളിറ്റി ഇല്ല, 5 രൂപയല്ലേ ഇത്ര ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കരുത്. ഡു നോട്ട് ക്യാരിഡ് അവേ ബൈ അഡ്വർടൈസ്മെന്റ് അല്ലേ. അതേപോലെ ദ കൺസ്യൂമർ മസ്റ്റ് കമ്പയർ ദ ആക്ച്വൽ യൂസ് ഓഫ് പ്രോഡക്റ്റ് വിത്ത് ദ യൂസ് ഷോൺ ഇൻ ദ അഡ്വർടൈസ്മെന്റ് ആൻഡ് വെനെവർ ദർ ഇസ് എനി discrepancy of difference it must be brought into the notice of sponsor of advertisement and insist to stop showing എക്സാജറേറ്റഡ് ക്വാളിറ്റീസ് അല്ലേ. അപ്പോൾ ഇല്ലാത്ത സാധനത്തെ എന്താക്കാൻ വേണ്ടി പോവാണ്, ഇങ്ങനെ ഇല്ലാത്ത സാധനത്തെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ തിരിച്ച് ആ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആൾക്കെതിരെ കേസ് കൊടുക്കുക. അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരെ ഫേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് പോകാൻ വേണ്ടി പാടില്ല. ക്ലിയർ? ഇനിയാണ് ഇൻസിസ്റ്റ് ഓൺ ക്യാഷ് മെമ്മോ. ബില്ല് വാങ്ങിക്കാൻ വേണ്ടി നിർബന്ധം പിടിക്കണം. കാരണം അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നാളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിക്കാൻ കഴിഞ്ഞാൽ തെളിവ് വേണം. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മളിവിടെ വർക്ക് ചെയ്യണ ഒരു മിസ്സ് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. 4000 രൂപയുടെ ഷൂ ആണ് വാങ്ങിച്ചത്. 4000 രൂപയുടെ പ്യൂമയുടെ ഷൂ വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് ചെയ്തു. ഗിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ദൂരേക്കാണ്, ട്രിവാൻഡ്രത്തേക്കോ അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്തേക്ക്, ദൂര സ്ഥലത്തേക്കാണ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. മിസ്സിൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ 4000 രൂപ കൊടുത്തു, നമ്മൾ ഗിഫ്റ്റ് ചെയ്യാണ്, അത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ബില്ലൊന്നും ആൾ വെച്ചില്ലായിരുന്നു. 2 ഇടൽ കഴിഞ്ഞ് ഇട്ട സമയത്ത് തന്നെ അതിൻ്റെ ഷൂ അടർന്നു പോയി. 4000 രൂപയുടെ സാധനമാണ് അടർന്നു പോയത്.
അപ്പോൾ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്കത് പ്രശ്നമേ അല്ല, അവർ മൈൻഡേ ചെയ്യുന്നില്ല. പക്ഷെ ബില്ലില്ലാത്തതുകൊണ്ട് മിസ് വെട്ടുപോയി. എങ്ങനെ കാണിക്കുക? അത് കുറച്ച് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ബില്ല് എപ്പോഴും വാങ്ങിക്കുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? To file a complaint, the consumer need the evidence of purchase and cash memo is the evidence or proof that consumer has paid for the goods or services. നിങ്ങൾ ദൃശ്യം കണ്ടിട്ടില്ലേ? അതിലെല്ലാത്തിനും ബില്ലുണ്ടായിരുന്നു. ആ ബില്ലുകൾ ഉള്ളത് കൊണ്ടാണ് മോഹൻലാലിന് പിടിച്ചു വെക്കാൻ പറ്റിയത് അല്ലേ? അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയത് അല്ലേ? അപ്പോൾ ഒരു ബില്ല് എത്രത്തോളം അവർ ബിരിയാണി കഴിക്കുന്ന ബില്ല് മുതൽ ബസ്സിൽ യാത്ര ചെയ്ത ടിക്കറ്റ് വരെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ബില്ലുകൾക്ക് എവിഡൻസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ. ടു ഫയൽ എ കംപ്ലൈന്റ് ആൻഡ് ഗെറ്റ് കോമ്പൻസേഷൻ ദ കൺസ്യൂമർ മസ്റ്റ് ആസ്ക് ഫോർ ക്യാഷ് മെമ്മോ. ബില്ല് എപ്പോഴും ചോദിച്ച് വാങ്ങുക. ക്ലിയർ അല്ലേ? പിന്നെ അത് മാത്രമല്ലാതെ വേറെയും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. From consumers, societies which could play an active part in educating consumer and safeguarding their interests. അല്ലേ? അതേപോലെ നമ്മുടെ സൊസൈറ്റിക്ക് എന്തുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺസ്യൂമേഴ്സ് റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സൊസൈറ്റിയുടെയും എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പെക്ട് ദ എൻവിയോൺമെന്റ്, അവോയ്ഡ് വേസ്റ്റേജ്, ലിറ്ററിങ് ആൻഡ് കോൺട്രിബ്യൂഷൻ ടു പൊല്യൂഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? പൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് കൺസ്യൂമേഴ്സ് ആവരുത്. പിന്നെ അതുപോലെ തന്നെ ഡിസ്കറേജ് ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലെ, കരിഞ്ചന്ത, ഹോർഡിംഗ് ആൻഡ് ചൂസ് ഓൺലി ലീഗൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അല്ലേ? അതായത് സത്യസന്ധമായ ലീഗൽ നിയമപരമായിട്ടുള്ള പ്രോഡക്ട്സ് സാധനങ്ങൾ വാങ്ങിക്കുക. കരിഞ്ചന്ത, പൂഴ്ത്തിവെക്കൽ ഇതിനൊക്കെ എൻകറേജ് ചെയ്യാണ്ടിരിക്കുക. ബിവെയർ ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ മാർക്കറ്റ്. എത്രത്തോളം പ്രോഡക്ട്സ് വെറൈറ്റീസ് അവൈലബിൾ ഉണ്ട് മാർക്കറ്റിൽ എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ അതേപോലെ തന്നെ സെമിനാർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇതേപോലത്തെ കാര്യങ്ങൾ സംഘടിപ്പിക്കുക ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് കൺസ്യൂമർ റൈറ്റിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ കുറച്ച് ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാം. അതൊക്കെ സൊസൈറ്റീൻ്റെ ഭാഗമാണ് അല്ലേ? തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ലാതെ കൺസ്യൂമേഴ്സിന് പ്രത്യേകം നമ്മളിതാ ഈ ഒരു പോയിന്റിൽ പറഞ്ഞല്ലേ, ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ മിനിമം ഇത്ര ക്വാളിറ്റി എങ്കിലുള്ള പ്രോഡക്ട്സെ വാങ്ങിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്ട്സിൻ്റെയും ക്വാളിറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ക്വാളിറ്റി ടെസ്റ്റ് അല്ലേ, കാറ്റഗറൈസ്. ഇപ്പോൾ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ISI മാർക്ക്, അങ്ങനെ കുറച്ച് മാർക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ISI മാർക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ക്ലിയർ. പിന്നെ അതേപോലെ അഗ്മാർക്ക് ഉണ്ടോ? അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് അല്ലേ, നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അഗ്മാർക്ക് ഉണ്ടോ എന്ന് നോക്കണം. BSI മാർക്ക്, നിങ്ങളൊരു ജ്വല്ലറി വാങ്ങുമ്പോൾ BSI ഹോൾ മാർക്ക് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ വൂൾ മാർക്ക് നോക്കണം, അതായത് 100% വൂളാണോ, വൂളിൻ്റെ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഈ മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എക്കോ മാർക്ക് നോക്കണം, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എക്കോ മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണോ ഈ പ്രൊഡക്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് നോക്കിയും കണ്ടൊക്കെ എടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ആർക്കൊക്കെ കേസ് കൊടുക്കാം അല്ലേ? ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈന്റ് ആൻഡ് എഗെയിൻസ്റ്റ് ഹൂം? ആർക്കൊക്കെ കേസ് കൊടുക്കാം, ആർക്കെതിരെ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ്സിൻ്റെ എൻഡ് ടൈം എന്ന് പറയുന്നത് 9 മണീൻ്റെ ഉള്ളിൽ തീരും കേട്ടോ, 9 മണീൻ്റെ ഉള്ളിൽ തീരും. ക്ലിയർ അല്ലേ? അപ്പോൾ ആർക്കൊക്കെ കേസ് കൊടുക്കാം, ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈന്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഏതൊരു കൺസ്യൂമേഴ്സിനും കംപ്ലൈന്റ് കൊടുക്കാം. എനി കൺസ്യൂമർ അല്ലേ, എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ രജിസ്റ്റേർഡ് അണ്ടർ ലോ. അതുപോലെ നമ്മൾ നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള ഏതെങ്കിലും കൺസ്യൂമർ അസോസിയേഷനും എന്ത് ചെയ്യാം? അവർക്ക് വോളണ്ടറി കേസ് കൊടുക്കാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ആ പ്രൊഡക്റ്റ് കേടാന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൺസ്യൂമർ അസോസിയേഷനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് എനി സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം. പിന്നെ 1 or more consumers where there are numerous consumers having the same interest അല്ലേ? ഇപ്പോൾ ഒരേ പ്രശ്നമുള്ള ഒരുപാട് കൺസ്യൂമേഴ്സ് ചേർന്നിട്ടും കംപ്ലൈന്റ് കൊടുക്കാം. ഇൻ കേസ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ കൺസ്യൂമർ ലീഗൽ എയർ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനും കേസ് കൊടുക്കാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച്, ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഞാൻ തട്ടിപ്പോയി എന്ന് വിചാരിക്കുക, എൻ്റെ ലീഗൽ എയറിന് എന്ത് ചെയ്യാം? എനിക്കപ്പോൾ തട്ടിപ്പോയാൽ എനിക്കൊരിക്കലും വന്ന് കേസ് കൊടുക്കാൻ പറ്റില്ല. സോ എന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എൻ്റെ ലീഗൽ എയറിനോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോ നിന്നും അങ്ങനെയും കേസ് കൊടുക്കാം. അവരെ അപ്പോൾ കൺസ്യൂമറായിട്ട് പരിഗണിക്കും. പിന്നെ ഇൻ കേസ് ഓഫ് കൺസ്യൂമർ ബീങ് മൈനർ അല്ലെ, കൺസ്യൂമർ ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക, പാരൻസിന് ലീഗൽ ഗാർഡിയൻ അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെയ്യാൻ വേണ്ടി പറ്റും. അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും. എടാ, കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തത്തിൽ പറയണമെന്നാണെങ്കിൽ ഒന്നെങ്കിൽ
ബാക്ക് അടിച്ച് ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ നീ ക്ലാസ് കഴിയുമ്പോൾ ഒന്നിരി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ അതേ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച കുട്ടികൾക്ക് അത് വെറുതെ ആയി പോയില്ലേ? ക്ലിയർ? സെറ്റ് അല്ലേ മിസ്റ്റർ നോബഡി? അങ്ങനെ ചെയ്യട്ടോ. ഒന്നെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുക, അല്ലെങ്കിൽ നീ ക്ലാസ് തീരുമ്പോൾ അവിടെ ഉണ്ട് എന്നാണെങ്കിൽ ഞാൻ അപ്പോൾ ഒന്നും കൂടെ ചോദിക്കാം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. ഇപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് അത് വെറുതെ കേട്ടിരിക്കണ പോലെ ഇപ്പോൾ. സെറ്റ്. പിന്നെ എഗെയിൻസ്റ്റ് ഹും കംപ്ലൈൻറ്റ് ക്യാൻ ബി ഫൈൽഡ് അല്ലേ? എഗെയിൻസ്റ്റ് ഹും കംപ്ലൈൻറ്റ് ക്യാൻ ബി ഫൈൽഡ്. ആർക്കെതിരെ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം? ഇപ്പം ആർക്കൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാം നമ്മൾ നോക്കി. ഇനി ആർക്കെതിരെ കൊടുക്കാം? ഇൻ കേസ് ഓഫ് എനി ഡിഫക്റ്റീവ് ഗുഡ് സപ്ലൈഡ്, ഒരു ഡിഫക്റ്റീവ് ഗുഡ് സപ്ലൈ ചെയ്ത ആൾക്കെതിരെ, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ക്യാൻ ബി ഫൈൽഡ് എഗെയിൻസ്റ്റ് ദ മാനുഫാക്ചർ ഓർ സെല്ലർ ഓർ ഡീലർ. ഒരു ഡിഫക്റ്റീവ് ഗുഡ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഒന്നെങ്കിൽ അതിൻ്റെ മാനുഫാക്ചർക്കെതിരെയോ, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്ത ആൾക്കെതിരെയോ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊടുത്ത അതിൻ്റെ ഡീലേഴ്സിനെതിരെയോ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. Any deficiency in service rendered, a complaint can be filed against the provider of service. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ സർവീസിൽ പ്രശ്നം എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ ഓക്കെയാണ്, പക്ഷേ സർവീസ് പക്ക മോശമാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത ആൾക്കാർക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കൺസ്യൂമർ ആരാ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആരാണ് ഒരു കൺസ്യൂമർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു? സാധനങ്ങളോ സേവനങ്ങളോ ഒരു ഏതെങ്കിലും ഒരു ഡെഫേർഡ് പേയ്മെൻറ്റ് മെക്കാനിസം വഴി അവർ ഒന്നെങ്കിൽ കംപ്ലീറ്റ് പേ ചെയ്യുന്നു, അല്ലെങ്കിൽ പാർഷ്യലി പേ ചെയ്തിട്ട് ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വഴി കൺസ്യൂമർ എന്ന് പറയാം. ഇനി ആരെയാണ് നമ്മൾ കൺസ്യൂമർ അല്ല എന്ന് പറയുന്ന നിയമം വഴി നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൺസ്യൂമർ അല്ല, ഇവർ കൺസ്യൂമർ അല്ല എന്ന് കൺസിഡർ ചെയ്ത ആൾക്കാരുണ്ട്. അത് ആരൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ദ പേഴ്സൺ ഹു ഒബ്റ്റെയിൻ ഗുഡ്സ് ഫോർ റീസെയിൽ. ഒരു സാധനം റീസെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ആളൊരിക്കലും കൺസ്യൂമർ അല്ല. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മളത് ഉപയോഗിക്കണം. അയാളൊരു സാധനം വാങ്ങിച്ച് അയാൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക, മറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ അയാൾ എങ്ങനെയാണ് കൺസ്യൂമർ ആവുക? ഓക്കെ, ദ പേഴ്സൺ ഹു യൂസസ് ദ ഗുഡ്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ബയർ. ബയറിൻ്റെ അപ്രൂവൽ ഇല്ലാതെ, ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഞാൻ എൻ്റെ മുഖത്തിടാൻ വേണ്ടി ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിച്ചു വിചാരിക്കുക. ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഞാൻ അറിയാതെ എൻ്റെ ഫ്രണ്ട് ആരെങ്കിലും എടുത്ത് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പണം പറ്റിക്കഴിഞ്ഞാൽ അവരെ കൺസ്യൂമറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാനത് ഇപ്പം ഞാൻ എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കും. എന്നോട് ചോദിക്കാതെ എൻ്റെ ഫ്രണ്ട് എടുത്ത് അത് തേച്ചിട്ട് എക്സ്പയറി പോയതാണ്, സ്കിന്നിന് പണി കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും അല്ലേ? അപ്പോൾ ബയ്യറുടെ കൺസേൺ ഇല്ലാതെ ചെയ്യുന്നവർ, ദ പേഴ്സൺ ഹു അവെയിൽസ് ദ സർവീസ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ഹയറർ അല്ലേ? അതേപോലെ തന്നെ തെറ്റായ രീതിയിൽ സർവീസ് ആരാണോ വാങ്ങിച്ചാൽ അവർക്കല്ല സർവീസ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവരെയും നേരത്തെ പറഞ്ഞ സെയിം കേസ്, പക്ഷെ സർവീസ് കാണുമെന്നുള്ളൂ. ദ പേഴ്സൺ ഹു ഒബ്റ്റെയിൻ ഗുഡ്സ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർ. ദ പേഴ്സൺ ഹു അയേഴ്സ് ഓർ അവെയിൽസ് എനി സർവീസസ് വിത്തൗട്ട് കൺസിഡറേഷൻ. അതേപോലെ തന്നെ സർവീസും പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ചെയ്ത ആൾക്കാർ. ഓക്കെ, ഞാൻ കട്ട് ചെയ്തു കേട്ടോ, ഹെയർ ഞാൻ കട്ട് ചെയ്തു. സെറ്റ്. എത്ര ആൾക്കാർ, എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് ഇത്ര ആൾക്കാർ ചോദിക്കണത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാറില്ലാത്തതാണ്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു നമ്മൾ കൺസ്യൂമേഴ്സിനെ കേൾക്കാനായിട്ട് റിഡ്രസൽ ഏജൻസീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നമ്മുടെ ആക്ട് പ്രകാരം എന്താണ് പല സ്ഥലങ്ങളിൽ പല സെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ റിഡ്രസൽ ഏജൻസീസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ 3 ടയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ത്രിതല പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് പോലെ 3 വിഭാഗങ്ങളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 രീതിയിലാണുള്ളത്. ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്, സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്. ഡിസ്ട്രിക്റ്റ് ആണ് എന്ത് ബേസ് വരുന്നത്. ആദ്യം നമ്മൾ ഇവിടെ ആയിരിക്കും കംപ്ലൈൻറ്റ് കൊടുക്കുക. ഇവിടെ നിന്ന് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമ്മൾ അപ്പീൽ കൊടുത്ത് സ്റ്റേറ്റിലേക്ക് പോകും. ഇവിടെ നിന്ന് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ഇവിടേക്ക് പോകും അപ്പീൽ കൊടുത്തിട്ട്. ഇവിടെ നിന്നും സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ചുമ്മാ ഒരു രസം, എപ്പോഴും ഒരേപോലെയല്ലേ ഇരിക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തത്. സൂരജ് ആയിരുന്നല്ലേ അത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുന്നത് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് 2 അതർ മെമ്പേഴ്സ്. ഒരു പ്രസിഡന്റും ബാക്കി 2 മെമ്പേഴ്സും കൂടെ ചെല്ലുന്നതാണ് എന്താകാൻ വേണ്ടി, 2 പേരും കൂടെ ചേരുന്നതായിരിക്കും ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഉണ്ടാവുക ആൾക്കാർ, അത് കേൾക്കാനിരിക്കുന്ന ആൾക്കാർ. ദ പ്രസിഡന്റ് ക്യാൻ ബി റിട്ടയർ ഓർ വർക്കിംഗ് ജഡ്ജ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് ആകാം, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളാവാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇവർ അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ കംപ്ലൈൻറ്റ് എങ്ങനെയാണ്? 1 കോടിയിൽ കുറവുള്ള കേസുകളാണ് ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്യുക. ഇനി
District Forum may give grieved parties 5 days for settlement. ഇപ്പോൾ നമ്മളൊരു കേസ് വരുന്ന സമയത്ത് ആദ്യം കോടതി എന്ത് ചെയ്യും? ഓക്കെ, സെറ്റിൽമെൻറ്റിനുള്ള ഓപ്ഷൻ കൊടുക്കും. ഒരു 5 ദിവസം നിങ്ങൾ പറഞ്ഞ് തീർപ്പാക്കാൻ നോക്കൂ എന്ന് പറയും. ഇല്ലെങ്കിൽ പറഞ്ഞ് തീർപ്പാവുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ബാക്കി കാര്യങ്ങളായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ലബോറട്ടറി എന്നൊക്കെ കെമിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ട ടൈപ്പ് കാര്യങ്ങളാണെങ്കിൽ ലബോറട്ടറി വഴി ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി അങ്ങനെയായിരിക്കും. പിന്നെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും? ഫൈനലൈസ് ചെയ്യാണ് അല്ലേ ചെയ്യാതെ. ഏജൻസി സെൻഡ് ദ ഗുഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഇൻ ലബോറട്ടറി ഇഫ് റിക്വയർഡ് and gives decision on the basis of fact and laboratory report അല്ലേ, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വിചാരിക്കുക വിധിയിൽ. അപ്പോൾ എന്ത് ചെയ്യാം? they can file an appeal against the judgment in the commission within the 45 days അല്ലേ. അതായത് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് എന്ത് ചെയ്യാം? 45 ദിവസത്തിനുള്ളിൽ അവർക്ക് അപ്പീൽ പോകാം. ഇനി സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് 4 അതർ മെമ്പേഴ്സ്. സ്റ്റേറ്റ് കമ്മീഷൻ്റെ അകത്ത് ഒരു പ്രസിഡന്റും ഉണ്ടാവും, പിന്നെ 4 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. അതിലുള്ളവർ ഹൈക്കോർട്ടിലുള്ള ഒന്നെങ്കിൽ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ജഡ്ജായിരിക്കും, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ആളായിരിക്കും ആ പോസ്റ്റിൽ നിന്ന്. അവരെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടിയും 10 കോടിക്കും ഉള്ളിലുള്ളതായിരിക്കും അവിടെ എടുക്കുന്ന കേസിൻ്റെ വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ റിസീവിംഗ് കംപ്ലൈൻറ്റ് ദ സ്റ്റേറ്റ് കമ്മീഷൻ കോൺടാക്ട് ദ പാർട്ടി അഗെയിൻസ്റ്റ് ഹും ദ കംപ്ലൈൻറ്റ് ഇസ് ഫയൽഡ് ആൻഡ് സെൻഡ് ദ ഗുഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഇൻ ലബോറട്ടറി ഇഫ് റിക്വയർഡ് അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെതിരെയാണ് കേസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നെങ്കിൽ ചെയ്തിട്ട് അതിൻ്റെ ബേസിലെടുക്കും. ഇനി നമ്മൾ എന്തല്ല സാറ്റിസ്ഫൈഡ് അല്ല ജഡ്ജ്മെൻറ്റിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നാഷണൽ കമ്മീഷനിലേക്ക് അപ്പീൽ പോവാം. വിത്തിൻ 30 days 30 ദിവസത്തിനുള്ളിൽ നാഷണൽ കമ്മീഷനിലേക്ക് അപ്പീൽ പോവാം. ഇനി നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ടെറിട്ടറി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ജുറിഡിക്ഷൻ ഓവർ ദ ഹോൾ കൺട്രി എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ടായിരിക്കും? ഒരു നാഷണൽ കമ്മീഷൻ ഉണ്ടായിരിക്കും റിഡ്രസൽ ഏജൻസീസ് ആയിട്ട്. ഓക്കെ, അത് ജമ്മു ആൻഡ് കാശ്മീർ വെക്കാത്തത് നിങ്ങൾക്ക് അറിയാലോ എന്തുകൊണ്ടാണ് വെക്കാത്തതെന്നുള്ളത്. എന്തുകൊണ്ടാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ വരാത്തത്? ആരെങ്കിലും കമൻസിൽ പറയൂ നോക്കാൻ വേണ്ടിയിട്ടാണ്. Consist of president and at least 4 other members of whom one shall be born. ഇവിടെ ഒരു പ്രസിഡന്റും 4 ആൾക്കാരുമാണ്. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം, ഒരു സ്ത്രീ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? All are appointed by the central government ആയിരിക്കും നാഷണൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുക. A complaint can be made when the value of goods and services along with the compensation claimed exceeded. 1 കോടി രൂപയിൽ കൂടുതൽ കോമ്പൻസേഷൻ എല്ലാം വരുന്ന അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ വാല്യൂ എല്ലാം വരുന്നതൊക്കെ നമ്മൾ നാഷണൽ കമ്മീഷനിലേക്ക് പോകും. ഇവിടെ അധികം എന്തായിരിക്കും? അപ്പീൽ വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. ഡിസ്ട്രിക്റ്റിൽ നിന്ന് അവിടുന്ന് പോകുന്ന സ്റ്റേറ്റിലേക്ക്, സ്റ്റേറ്റിൽ നിന്ന് അപ്പീലിന് പോകുന്ന ഇവിടേക്കായിരിക്കും അത് വരിക. ഓൺ റിസീവിംഗ് ദ കംപ്ലൈൻറ്റ് ഇറ്റ് ഷാൽ റെഫർ ദ കംപ്ലൈൻറ്റ് ടു ദ പാർട്ടി അഗെയിൻസ്റ്റ് ഹും കംപ്ലൈൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ്. ആർക്കെതിരെയാണ് പരാതി കിട്ടിയെന്നൊക്കെ ഉള്ള ശരിക്കും നോക്കിയതിന് ശേഷം എന്ത് ചെയ്യും? ഗുഡ്സ് ഓർ സാമ്പിൾ therefore may be sent to laboratory for testing അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ലബോറട്ടറിയിൽ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കും. ക്ലിയർ അല്ലേ? അതെ അതെ ശരിയാണ്, മിസ്റ്റർ നോബഡി പറഞ്ഞത് ശരിയാണ്. ഇറ്റ് ഷാൽ പാസ് ആൻ ഓർഡർ ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് റിപ്പോർട്ട് ആൻഡ് ഹിയറിംഗ് ആണ്. ആൻഡ് ഓർഡർ പാസ്ഡ് ബൈ ദ നാഷണൽ കമ്മീഷൻ ക്യാൻ ചാലഞ്ച് വിത്ത് ദ അപ്പീൽ ബിഫോർ ദ സുപ്രീം കോർട്ട്. ഇവിടെയും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വിചാരിക്കും, നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അപ്പീൽ ക്യാൻ ബി മെയ്ഡ് ഓൺലി ഇഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് സർവീസ് അലോങ് വിത്ത് ദ കോമ്പൻസേഷൻ ക്ലെയിം എക്സീഡ് അല്ലേ, exceed 1 crore and were a agreed party was not satisfied with the order of the national commission. എന്ത് ചെയ്യുക? ആ നാഷണൽ കമ്മീഷൻ്റെ ഇതിലും നിങ്ങൾ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോർട്ടിലേക്ക് പിന്നെ അപ്പീൽ പോവാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിഡ്രസൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ്. ഡിസ്ട്രിക്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ നാഷണൽ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് റിലീഫുകളാണ് കിട്ടുക അല്ലേ? നിങ്ങളിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു, നിങ്ങൾക്ക് എന്ത് വേണം? പരിഹാരം വേണം അല്ലേ? ഏതൊക്കെ ടൈപ്പ് പരിഹാരങ്ങൾ, എന്തൊക്കെ ടൈപ്പ് അല്ലേ? അതായത് റിലീഫ് അവൈലബിൾ ത്രൂ റിഡ്രസൽ ഏജൻസീസ് എന്തൊക്കെ കിട്ടും നിങ്ങൾക്ക്? ഒന്നെങ്കിൽ റിമൂവ് ദ ഡിഫക്റ്റ് ഓർ ഡെഫിഷ്യൻസി ഇൻ ദ സർവീസ്. ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് മാറ്റുക, അല്ലെങ്കിൽ സർവീസിലെ ഡെഫിഷ്യൻസി മാറ്റി റീപ്ലേസ് ചെയ്യുക അല്ലേ, മാറ്റുക, റിമൂവ് ചെയ്ത് തരും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചു തരും. ഓക്കെ, ടു റീപ്ലേസ് ദ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് വിത്ത് എ ന്യൂ വൺ ഫ്രീ ഫ്രം എനി ഡിഫക്റ്റ്. ഒന്നെങ്കിൽ അതിന് പകരം വേറൊരു പുതിയ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരും, അല്ലെങ്കിൽ റീഫണ്ട് ദ പ്രൈസ്
പെയ്ഡ് ഫോർ ദ പ്രോഡക്റ്റ് അല്ലേ, അതിനെന്ത് ചെയ്ത് തരും, റീഫണ്ട് ചെയ്ത് തരും. അല്ലെങ്കിൽ പേ എ റീസണബിൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഫോർ എനി ലോസ് ഓർ ഇഞ്ചറി സഫേർഡ് ബൈ ദ കൺസ്യൂമർ ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരും, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. To pay extra compensation as corrective measure for damage to consumer due to opposite party. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള നെഗ്ലിജൻസ് കാരണമൊക്കെ നല്ല വലിയ എന്തെങ്കിലും ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കോമ്പൻസേഷൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. ആ കോമ്പൻസേഷൻ മാത്രമല്ലാതെ എക്സ്ട്രാ ഒരു പണിഷ്മെൻറ്റ് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോമ്പൻസേഷൻ കൂടുതൽ വാങ്ങിച്ചു തരും സർക്കംസ്റ്റാൻസസിന് അനുസരിച്ചിട്ട്. പിന്നെ ടു ഡിസ്കണ്ടിന്യൂ അൺഫെയർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആൻഡ് നോട്ട് ടു റിപ്പീറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അല്ലെങ്കിൽ ഇനി ഇമാതിരി പണി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി തരും. പിന്നെ നോട്ട് ടു ഓഫർ ഹസാർഡസ് ഗുഡ്സ് ഫോർ സെയിൽ, അല്ലെങ്കിൽ ആ ഏത് പ്രൊഡക്ട്സ് ആണോ നിങ്ങൾക്ക് ഹാനികരമായിട്ടുള്ളത് അതിനെ ഇനി സെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം വരും. പിന്നെ ടു സീസ് മാനുഫാക്ചർ ഓർ ഹസാർഡസ് ഗുഡ്സ് ആൻഡ് ടു ഡെസിസ്റ്റ് ഓഫറിങ് ഹസാർഡസ് സർവീസ് അല്ലേ, ഇനി മുതൽ അത് നിർത്തലാക്കും, കംപ്ലീറ്റ് നിർത്തലാക്കും. ഇനി അങ്ങനത്തെ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ്ങേ എടുത്ത് കളയും. ഓക്കെ, കോമ്പൻസേറ്റ് ഫോർ എനി ലോസ് ഓർ ഇഞ്ചറി സഫേർഡ് ബൈ ദ കൺസ്യൂമർ അണ്ടർ പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ ആൻഡ് വിഡ്രോ ഹസാർഡസ് പ്രോഡക്ട്സ് ഫ്രം ബീങ് ഓഫേർഡ് ഫോർ സെയിൽ അല്ലേ. അപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുക. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് അഡ്വക്കേറ്റ് കോസ്റ്റ് ടു ഗ്രീവ്ഡ് പാർട്ടി, അല്ലെങ്കിൽ അവർക്ക് വന്ന നഷ്ടത്തെ വഹിക്കുക അല്ലേ. ഇപ്പോൾ ഒരു കൺസ്യൂമർക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട്, ആ നഷ്ടത്തെ മൊത്തം വഹിക്കുക. ഇപ്പോൾ കേസിൻ്റെ ചിലവൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള കേസുകളൊക്കെ വരും. ഇനിയുള്ളതാണ് ഡിസ്ട്രിക്ട് കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ ആൻഡ് നാഷണൽ കമ്മീഷൻ ആൻഡ് പവർ ടു ഡിക്ലെയർ ദ കോൺട്രാക്ട് നൾ ആൻഡ് വോയിഡ് ഇഫ് ഇറ്റ് ഇസ് അൺഫെയർ അല്ലേ. അൺഫെയർ ആയിട്ടുള്ളതാണെങ്കിൽ അവർക്ക് അത് അവോയ്ഡ് ചെയ്യാനുള്ള, ഇത് ശരിയല്ല, നിയമപരമായിട്ട് സെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കാനുള്ള നിയമം, അല്ലെങ്കിൽ ഓക്കെ ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള, ആജ്ഞാപിക്കാനുള്ള, ഓർഡർ ഇറക്കാനുള്ള പവർ ആർക്കുണ്ട്, ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷനും ഉണ്ട്. ടു സീസ് ആൻഡ് ഡെസിറ്റ് ഫ്രം ഇഷ്യൂയിങ് എനി മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്, തെറ്റായ പ്രചാരണം, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് തെറ്റായ പ്രചാരണം ഉണ്ടെങ്കിൽ അത് നിർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പണ്ട് ഇന്ദുലേഖ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് അന്ന് മമ്മൂട്ടിയായിരുന്നു ആ പരസ്യത്തിൽ അഭിനയിച്ചത്. ഞാൻ വെളുത്തില്ല ഇന്ദുലേഖ തേച്ചിട്ട് മമ്മൂട്ടി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അഡ്വർടൈസ്മെന്റ് എടുത്ത് കളഞ്ഞു. ഓക്കെ, അങ്ങനെ കേസ് കൊടുക്കുന്നതിനെ കൊണ്ട് വരുന്നതാണ് ടു വിഡ്രോ ഹസാർഡസ് ഗുഡ്സ് ഫ്രം ദ മാർക്കറ്റിൽ നിന്ന് അതെടുത്ത് കളയാം പ്രൊഡക്റ്റ്. ക്ലിയർ? ഇങ്ങനെയൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പരിഹാരങ്ങളാണ്, റിലീഫ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്കുള്ള ലാസ്റ്റ് ടോപ്പിക്സിലേക്ക് പോവുകയാണ്. ക്ലിയർ അല്ലേ? റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻ ആൻഡ് NGOs അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആർക്ക് ചെയ്യാം, കൺസ്യൂമർ അസോസിയേഷൻ, നിയമപരമായിട്ട് ഏതെങ്കിലും കൺസ്യൂമർ അസോസിയേഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും എന്ന് വിചാരിക്കുക. ഈ കൺസ്യൂമർ അസോസിയേഷൻസ് ഒക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യും. അതായത് ഇപ്പം മാഗി, ഒരു നൂഡിൽസ്, ഇപ്പം നൂഡിൽസ് എന്ന് പറയുമ്പോൾ പല ബ്രാൻഡ് ഉണ്ട്. മാഗി ഉണ്ട്, പിന്നെ അതുപോലെ സൺഫീസ്റ്റ്, യിപ്പി ഉണ്ട്, പിന്നെ ഏതൊക്കെയൊക്കെയോ ബ്രാൻഡുകളുണ്ട്. എനിക്ക് ഈ 2 ബ്രാൻഡേ അറിയുള്ളൂ. വേറെ ഏതൊക്കെയോ ബ്രാൻഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, അതൊരു ലോക്കൽ ബ്രാൻഡാണെന്ന് തോന്നുന്നു, ഞാൻ അതും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നൂഡിൽസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. എല്ലാം നൂഡിൽസ് ആണ് അല്ലേ. എന്നിട്ട് ഏതാണ് ക്വാളിറ്റിയിൽ നിന്ന് ഏറ്റവും മോശം നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് കേസ് കൊടുക്കാം അല്ലേ. വോളണ്ടറി ആയിട്ടൊക്കെ ചില കൺസ്യൂമർ അസോസിയേഷൻസ് അങ്ങനെ ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ റോളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ ഇന്ത്യ സെവറൽ കൺസ്യൂമർ ഓർഗനൈസേഷൻ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് NGO have been set up for the protection and promotion of consumers' interest. They are propagating consumer rights and taking steps to eliminate all type of consumer exploitation. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ് കാര്യങ്ങൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സെമിനാർ, അതുപോലത്തെ പ്രൊപ്പഗേഷൻസ് അല്ലേ, അങ്ങനത്തെ പല പ്രചാരണങ്ങളും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പല സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? പിന്നെ അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റിംഗ് ദ ജനറൽ പബ്ലിക് അബൌട്ട് കൺസ്യൂമർ റൈറ്റ്സ് ബൈ കണ്ടക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാം, സെമിനാർ എക്സെട്ര വഴി കൺസ്യൂമേഴ്സിലേക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പിന്നെ പബ്ലിഷിംഗ് പീരിയോഡിക്കൽസ് to impart knowledge about consumer problem, legal issues, relief available and such other matters of interest. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു പട്ടിക പോലെയൊക്കെ പുറത്തിറങ്ങും. അതായത് ഈ കഴിഞ്ഞ വർഷം ഇത്രയും ആൾക്കാരാണ് ഈ ഒരു പ്രൊഡക്റ്റ് കാരണം പ്രശ്നത്തിലായത് അല്ലേ, അതിൻ്റെ അളവ് ഇത്ര വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര പേർക്ക് നിയമം വഴി സഹായം കിട്ടി, പ്രശ്നം, അങ്ങനെയുള്ള രീതിയിൽ
ഓരോ കാര്യങ്ങളൊക്കെ വിവരാവകാശം അല്ലെങ്കിൽ വിവരങ്ങൾ ഇൻഫോർമേഷൻ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരിങ് ഔട്ട് കമ്പാരിറ്റീവ് ടെസ്റ്റിംഗ് അല്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ കമ്പാരിറ്റീവ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ചെക്ക് ചെയ്യുക, പിന്നെ റിലേറ്റീവ് ക്വാളിറ്റീസ് ചെക്ക് ചെയ്യുക, പിന്നെ കോമ്പറ്റിംഗ് പ്രൊഡക്ട്സ് ആൻഡ് പബ്ലിഷിംഗ് ദ റിസൾട്ട് ദെയറോഫ് അല്ലേ. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസ് പല ബ്രാൻഡുകൾ ഉണ്ടാവും അല്ലേ നൂഡിൽസിനായിട്ട്. അവരുടെ ഒക്കെ ഇപ്പോൾ മാഗീൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആണ് ഇത്, യിപ്പി, നേരത്തെ പറഞ്ഞ 1, 2, 3 അങ്ങനെ പല പല പ്രൊഡക്ട്സ്. അപ്പോൾ ഇവരെല്ലാം കൂടെ എടുത്തിട്ട് അതിൽ ഏതാണ് മോശം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മോശത്തേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, എൻകറേജിങ് കൺസ്യൂമേഴ്സ് ടു റേസ് ദെയർ വോയിസ് ആൻഡ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. പിന്നെ നമ്മൾക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും കൺസ്യൂമേഴ്സ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കും, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രചോദനം തരിക. ക്ലിയർ? പ്രൊവൈഡിങ് ലീഗൽ അസിസ്റ്റൻസ് കൺസ്യൂമേഴ്സിന് വേണ്ട നിയമസഹായങ്ങൾ കൊടുക്കുക. പിന്നെ ഫയലിംഗ് കംപ്ലൈൻറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് റിഡ്രസൽ ഫോറം ഓൺ ദി ബിഹാഫ് ഓഫ് ദ കൺസ്യൂമർ. പിന്നെ നിങ്ങൾ ഏത് കൺസ്യൂമർ കോർട്ടിലാണ് കേസ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ കേസ് എങ്ങനത്തെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായ രീതിയിലേക്ക് അവരെ കാണിച്ചു കൊടുക്കുക. പിന്നെ ഫയലിംഗ് കംപ്ലൈൻറ്റ്സ് ഇൻ അപ്രോപ്രിയേറ്റ് റിഡ്രസൽ ഫോറം ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക്, നോട്ട് ഫോർ എനി ഇൻഡിവിജ്വൽ. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി അല്ലാതെ നിങ്ങൾ തന്നെ ഏതെങ്കിലും പ്രോഡക്ട്സ്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കൺസ്യൂമർ ഓർഗനൈസേഷൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ കണ്ടുപിടിച്ചു ഒരു പ്രൊഡക്റ്റ് മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, ഞങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺസ്യൂമർ ഫോറത്തിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇമ്പോർട്ടൻറ്റ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് NGOs ചെയ്തുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. സെറ്റ്. അതായത് കൺസ്യൂമർ കോർഡിനേഷൻ കൗൺസിൽ ഡൽഹി, ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി ഞാൻ ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതായത് കൺസ്യൂമർ കോർഡിനേഷൻ കൗൺസിൽ ഡൽഹി നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സിന് റൈറ്റ് ഉണ്ട്, റൈറ്റ് ടു ഗെറ്റ് എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനും കൂടെ ഉള്ളത്. സെറ്റ്. പിന്നെ കോമൺ കോസ് ഡൽഹി ഉണ്ട്, പിന്നെ വോളണ്ടറി ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഡൽഹിയിൽ ഒത്തിരി ഇതാ അഹമ്മദാബാദിലുണ്ട്. പിന്നെ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുംബൈയിലുണ്ട്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അഹമ്മദാബാദിലുണ്ട് അല്ലേ. ഒത്തിരി ഇതാ 12 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ എന്താണ്, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ് അല്ലേ, നമ്മളെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ്. അപ്പം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സിമ്പിൾ സാധനമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, സിമ്പിളാണ്. ഇനി മിസ്റ്റർ നോബഡി ഇവിടെ ഉണ്ടോ? മിസ്റ്റർ നോബഡി ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടേത് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ, ഒന്ന് അവൻ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം, അല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് നിനക്കത് കേൾക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടോ? യെസ് ഓർ നോ ഒന്ന് പറയണേടാ, അല്ലെങ്കിൽ നീ ബാക്ക് അടിച്ച് കാണുമെന്നാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഓക്കെ, കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നോ? അതായത് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ആദ്യത്തേതാണ് കൺസ്യൂമേഴ്സ് അവരുടെ റൈറ്റ് ശരിയായിട്ട് പ്രയോഗിക്കുക എന്ന് പറയുന്നത്. 6 റൈറ്റ്സ് നമ്മൾ പഠിച്ചു അല്ലേ. ആ 6 റൈറ്റ്സും എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സ് എടുത്ത് പ്രയോഗിച്ചാൽ മാത്രമേ ആ റൈറ്റ്സിന് എന്തുണ്ടാവുള്ളൂ, ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ തോക്ക് തരാം പക്ഷെ വെടി വെക്കരുത്, പിന്നെ എന്തിനാണ് സാർ തോക്ക് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്, പക്ഷെ നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, തടയാൻ വേണ്ടി പറ്റില്ല. എക്സ്പ്ലോയിറ്റേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ റൈറ്റ്സ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിനെതിരെ ആ റൈറ്റ്സ് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ എക്സ്പ്ലോയിറ്റേഷൻ നിർത്താൻ വേണ്ടി പോകുന്നില്ല. ക്ലിയർ അല്ലേ? എടാ എനിക്കെന്താണ് ബുദ്ധിമുട്ട്, എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്, പഠിപ്പിച്ച് തരിക എന്ന് പറയണം കേട്ടോ. The consumer right will be useful only when consumer exercise right. Consumer must select the products according to his preference. He must file a complaint if he is not satisfied with the quality of the product. അല്ലേ, ഇപ്പം നമ്മളൊരു സാധനം നോക്കുമ്പോൾ എടാ ഇതേ പോയിന്റ്സ് തന്നെയാണോ വരുന്നത്? ഞാനിത് NCERT നോക്കിയെടുത്ത സാധനമാണ്. ഓക്കെ, NCERT നോക്കിയിട്ട് പിന്നെ നിങ്ങളുടേതെന്ന് പറയുന്ന വലിയ രീതിയിലുള്ളതാണ്.
വലിയ കടൽ പോലെ വരുന്ന സിലബസ് ആണ്. അപ്പോൾ അതൊന്ന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലെറ്റേഴ്സോ വേർഡുകളോ വേറെ വേറെ ആയിരിക്കാം, അത് നിങ്ങൾ നോക്കണ്ട, കോണ്ടന്റ് ഒന്നാണോ എന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. ക്ലിയർ അല്ലേ? എന്താണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം. കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സെറ്റ്. അപ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റൈറ്റ്സ് അവരാദ്യം ഉപയോഗിക്കണം അല്ലേ? ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നമാണെങ്കിൽ പോലും അവർ ആ റൈറ്റ്സ് യൂസ് ചെയ്യണം. ഒറ്റ മിനിറ്റ്. ഹലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അത് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അടുത്താണ് കോഷ്യസ് കൺസ്യൂമർ അല്ലേ? കൺസ്യൂമർ എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടിയില്ല, പൊട്ടിൽ വീഴാൻ വേണ്ടി പാടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണം അല്ലേ? കറക്റ്റായിട്ട് ഇൻഫോർമേഷൻസ് ചോദിച്ചറിയുക എന്ന് പറയുന്നത് കൺസ്യൂമർ എന്തായിരിക്കണം? കോഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, ഇൻഗ്രീഡിയൻസ്, പ്രൈസ് എങ്ങനെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ചോദിച്ചറിയുക എന്നുള്ളത് കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ ജെന്യുവിൻ ഗ്രീവൻസ് അല്ല, പ്രശ്നങ്ങളാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. ഒരു ചെറിയ ലോസ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം? മിണ്ടാതെ ഇരിക്കരുത്, അതിനെതിരെ സംസാരിക്കണം, കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. അത് നമ്മൾ കൺസ്യൂമറുടെ ബാധ്യതയാണ്, കടമയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ മസ്റ്റ് ബി ക്വാളിറ്റി കോൺഷ്യസ് അല്ലേ? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വാളിറ്റി ഉള്ള ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആണെങ്കിൽ അതിൽ ISI മാർക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൾബാണ് വാങ്ങിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് സാധനങ്ങളാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതെന്നുണ്ടെങ്കിൽ ISI മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സാധനത്തിന് ക്വാളിറ്റി ഉണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് പറയുന്ന എല്ലാ ക്വാളിറ്റികളും ആ പ്രൊഡക്റ്റിന് ഉണ്ട് എന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ISI കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ക്വാളിറ്റി മാർക്സ് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? കൺസ്യൂമർ എന്ത് ചെയ്യുക? വാങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ ഉള്ളതാണ് അഡ്വർടൈസ്മെൻറ്റ് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. അതായത് ദ കൺസ്യൂമർ മസ്റ്റ് കമ്പയർ ദ ആക്ച്വൽ യൂസ് ഓഫ് പ്രോഡക്റ്റ് വിത്ത് ദ യൂസ് ഷോൺ ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പം നിങ്ങൾ പരസ്യം കണ്ട് വാങ്ങിച്ചു, എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ മറ്റേ ടാൻ അടിച്ച കൊണ്ട് ഞാൻ ഒരു ട്രിപ്പ് പോയി വന്നപ്പോഴേക്കും 1 ടാനായി. അപ്പോൾ ഞാൻ എന്താ ഗർസോപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻസ്റ്റയിൽ കാണാം, നമ്മളിങ്ങനെ കുളിക്കുമ്പോൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എന്താവും? വൈറ്റ് ആക്കും, ടാൻ റിമൂവ് ചെയ്യുന്ന കണ്ട് ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ട് ഒരു മണ്ണാങ്കട്ടയും സംഭവിച്ചില്ല അല്ലേ? ഒന്നും സംഭവിച്ചില്ല. ഒറ്റ മിനിറ്റ്. ഓക്കെ ആണോ കമ്മ്യൂണിറ്റി? ഓക്കെ ശരി. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് കുറേ പേര് ജോയിൻ ചെയ്ത സമയത്തൊന്ന് സ്റ്റക്കായതാണ്. അപ്പോൾ അതെന്താവും? ഇപ്പം തന്നെ റെഡി ആവും കേട്ടോ, ടെൻഷൻ ആവണ്ട ആരും. ഓക്കെ, അത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് കിട്ടുന്ന റിസൾട്ടും രണ്ടും രണ്ട് രീതിയിൽ, ഒരു പാരലൽ ലൈൻ പോലെ ഒരു വശത്തും ഒരു രീതിയിലും കൂട്ടിമുട്ടാതെ പോകുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് കംപ്ലൈൻറ്റ് കൊടുക്കണം. ഓക്കെ, അവർ ഫോൾസ് ആയിട്ടല്ലേ അങ്ങനെ അത്രയും രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് കൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്ത് പറ്റിക്കപ്പെട്ടത്? എൻ്റെ പൈസ പോയി, എൻ്റെ 250 രൂപ വെറുതെ പോയി. ഒരു സോപ്പിനാണ് എൻ്റെ 250 രൂപ പോയത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ എന്താണ്? അതായത് ഇറ്റ് മസ്റ്റ് ബി ബ്രോട്ട് ഇൻ ടു ദ നോട്ടീസ് ഓഫ് സ്പോൺസർ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഇൻസിസ്റ്റ് സ്റ്റോപ്പ് ഷോയിങ് എക്സാജറേറ്റ് ആഡ് അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനത്തെ പരസ്യം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കണം, ഇമാതിരി പരസ്യം ചെയ്യരുതെന്ന് പറയണം. ഓക്കെ, ക്ലിയർ. അത് കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫയൽ എ കംപ്ലൈൻറ്റ് ഇൻ ദ കൺസ്യൂമർ നീഡ് എവിഡൻസ് ഓഫ് പർച്ചേസ് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ല് വാങ്ങിക്കണം അല്ലേ? തീർച്ചയായിട്ടും ബില്ല് വാങ്ങിക്കണം. ഞാൻ നേരത്തെ ഹരിജാംസിൻ്റെ കേസ് പറഞ്ഞല്ലോ, 4000 രൂപയാണ് ഒറ്റയടിക്ക് പൊട്ടിപ്പോയത്. 4000 രൂപ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ബില്ല് വാങ്ങിച്ചില്ല. ബില്ല് തന്നാൽ നമ്മൾ മര്യാദയ്ക്ക് നോക്കിയില്ല. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബില്ല് കറക്റ്റായിട്ട് വാങ്ങിക്കണം, എന്നാലേ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതല്ലാതെ അടുത്ത കുറച്ച് റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ എന്തെങ്കിലും ഈ സെമിനാർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിരുന്ന് അറ്റൻഡ് ചെയ്യുക, എന്തൊക്കെയാണ് റൈറ്റ്സ് കാര്യങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ അറിയാം. പരസ്പരം സൊസൈറ്റി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസ്യൂമേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, റൈറ്റ്സിനെ കുറിച്ച്, കടമകളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെയാണ് റെസ്പെക്ട് ദ എൻവിയോൺമെൻറ്റ്
എൻവയോൺമെന്റ് അല്ലേ, അതേപോലെ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ ഒരിക്കലും നിങ്ങൾ നമ്മുടെ എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യത്തിലേക്കും നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഇരിക്കുക. പിന്നെ അതുപോലെ ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത, ഹോർഡിങ്, അതായത് ഇങ്ങനെ പൂഴ്ത്തി വെക്കുക, സാധനങ്ങളൊക്കെ പൂഴ്ത്തി വെക്കുന്നുണ്ട്, കരിഞ്ചന്ത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കണം, അതിന്റെ ഭാഗമായി ചേരരുത്. പിന്നെ ബിവെയർ ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. പിന്നെ എന്തുമാത്രം ഗുഡ്സ്, ഇപ്പോൾ പെന്നാണെങ്കിൽ എത്ര ടൈപ്പ് പെന്ന്, എങ്ങനത്തെ ടൈപ്പ് പെന്നുകൾ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പം നിങ്ങളൊരു കാറ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്തൊക്കെ ടൈപ്പ് കാറുകളുണ്ട്. ഇപ്പം എൻ്റെ പ്രൈസ് ഇത്രയാണ്, ഒരു 10 ലക്ഷം രൂപയാണ്, 10 ലക്ഷത്തിന് ഏതൊക്കെ വെറൈറ്റി മോഡൽ കാറുകൾ ഉണ്ടെന്ന് നിങ്ങൾ നോക്കില്ലേ. അതേപോലെ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചും അതിൻ്റെ എത്രമാത്രം വെറൈറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്രയാണ് കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. അപ്പം നിനക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അത് ചോദിക്കാതെ ഇരുന്നവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കറക്റ്റ്. ISIൻ്റെ ഫുൾ ഫോം മിസ്റ്റർ നോബഡി കറക്റ്റ് തന്നിട്ടുണ്ട്. അവനൊരു അറിവാണ് പറഞ്ഞു തന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തുകയാണ് കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പെട്ടെന്ന് തന്നെ ശരിയാവും, ഇതിൻ്റെ നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതൊക്കെ വെച്ച് നന്നായിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഈ വൺ ഷോട്ടിൽ മാത്രമല്ല, നന്നായിട്ട് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് ചെയ്യുക. ഓക്കെ, ഓരോ ദിവസം ലൈവ് കഴിയുന്തോറും നിങ്ങൾ പോകാനുള്ള സമയമായല്ലോ എന്നായിരിക്കും എനിക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങളെയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങളുടെയൊക്കെ പേര് വായിക്കുമ്പോൾ എനിക്ക് ഈ കൊച്ചിനെ എനിക്ക് അറിയാം എന്നുള്ളത് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചേവായൂരോ കോഴിക്കോടോ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വരിക, നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്, ക്ലിയർ. അപ്പോൾ ടാറ്റ, ബൈ. നന്നായിട്ട് പഠിക്കുക. പിന്നെ ബാച്ചിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 30+ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. 30+ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ അതിൻ്റെ സൊല്യൂഷൻസും വരുന്നുണ്ട്. ഇരുന്ന് പഠിക്കുക. 1500 രൂപയേ ഉള്ളൂ. പിന്നെ ലൈവൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട്സിനെയും കയറ്റി കൊണ്ടുവരിക. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഫ്രണ്ട്സെങ്കിലും ഇരുന്ന് പഠിക്കട്ടെ. മല്ലു സ്ട്രീമിംഗ് ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നാൽ മതി. ഓക്കെ, കണ്ടാൽ മതി നിങ്ങളെല്ലാം. ഒന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ നന്നായിട്ട് പാസ്സായാൽ മതി, അത്ര തന്നെ സന്തോഷം. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്.